Good evening, dear students. ഞാൻ പി വി ഇന്ന് നമ്മുടെ ലൈവ് സെഷനിൽ +2 Haloalkanes and Haloarenes എന്ന ചാപ്റ്ററിലെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് തിയറി, കുറച്ച് നമ്മളുടെ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സോ വെൽക്കം യു ഓൾ ടു ദിസ് സെഷൻ. തുടക്കത്തിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യമായി ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറയുന്നത് ആൽക്കൈൽ ഹാലൈഡ്സ് ആൻഡ് അറൈൽ ഹാലൈഡ്സിനെ കുറിച്ച് നമ്മൾ ഒരു കുറച്ച് എക്സാമ്പിൾസും അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ദാറ്റ് ഇസ് ഒരു ആൽക്കൈൽ ഹാലൈഡ് എങ്ങനെയാണ്, ലൈക്ക് ഒരു ആൽക്കെയിൻ ആണിത്. ആ ആൽക്കെയിനിലെ എച്ചിന് പകരം ഒരു ഹാലജൻ കൊടുത്താൽ, ലൈക്ക് ദിസ്, യു കോൾ ഇറ്റ് ആസ് എൻ ആൽക്കൈൽ ഹാലൈഡ്. അതേസമയം ഒരു ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ ഒരു ഹാലജൻ കൊടുത്താൽ അത് അറൈൽ ഹാലൈഡ്. അപ്പൊ ഇതാരാണ്? ആൽക്കൈൽ ഹാലൈഡ് ആൻഡ് ഇത് അറൈൽ ഹാലൈഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നത് ഈ പറയുന്ന കോമ്പൗണ്ട്സ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. SN റിയാക്ഷൻസ് ആൽക്കൈൽ ഹാലൈഡ്സിൽ വളരെ ഫീസിബിൾ ആണ്. പക്ഷെ SNAR എന്ന് പറഞ്ഞാൽ ആരോമാറ്റിക് സംഭവം, രണ്ടും എന്താണ്? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇവിടെ അറൈൽ ഹാലൈഡ്സിൽ ഒരു ബെൻസീൻ റിങ് വരുന്നതുകൊണ്ടാണ് SNAR റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഈ പറയുന്ന SNAR റിയാക്ഷൻസിൽ നമ്മൾ ഈ ആൽക്കൈൽ ഹാലൈഡ്സ് വളരെ ഫീസിബിളായി റിയാക്ട് ചെയ്യുന്നു എന്ന് പറയുന്നു. എന്നാൽ അറൈൽ ഹാലൈഡ്സ് അങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്നു. അതിന് 3 റീസൺസ് ആണ് നമ്മൾ ഇവിടെ പറയുന്നത്. അതിൽ പറയുന്നത്, വൺ തിങ് ഇസ് ദാറ്റ് an alkyl halide, a carbon halogen bond, ഹൈലി പോളാർ ആണ്. എന്താ കാര്യം? ആൽക്കൈൽ ഹാലൈഡിലെ sp3 ഹൈബ്രിഡൈസ്ഡ് ആണ് ഈ കാർബൺ ആറ്റം. അപ്പോൾ അയാളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവായിരിക്കും, കാരണം എസ് ക്യാരക്ടർ അവിടെ 25% ആണ്. അതുകൊണ്ട് എന്താ? ഡിഫറൻസ് ഇൻ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടും. അതുകൊണ്ട് എന്താ? പൊളാരിറ്റി കൂടും. പൊളാരിറ്റി കൂടിയാൽ റിയാക്ടിവിറ്റി കൂടും. വൺ റീസൺ വൈ ആൽക്കൈൽ ഹാലൈഡ്സ് ആർ ഹൈലി റിയാക്റ്റീവ് എന്ന് പറയാൻ കാരണം ഇറ്റ്സ് ബിക്കോസ് അതിൻ്റെ കാർബൺ ഹാലജൻ ബോണ്ട് ഹൈലി പോളാർ ആണ്. 2, റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ എന്ന ഒരു സാധനം ഇല്ല. റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ ഒരു സാച്ചുറേറ്റഡ് മോളിക്യൂളിൽ കാണൂല. ദാറ്റ്സ് എ റീസൺ. ആൻഡ് തേർഡ്ലി, ഒരു കാർബൺ ഹാലജൻ സിംഗിൾ ബോണ്ടാണ് ഇവിടെ ഉള്ളത്. ഇതിനെ നമ്മൾ ഒരു അറൈൽ ഹാലൈഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം? ഇൻ എൻ അറൈൽ ഹാലൈഡ്, the bond in an aryl halide is having a carbon atom which is sp2 hybridized. അപ്പോൾ അതിൻ്റെ പൊളാരിറ്റി കുറവാണ് എന്നാണ് പറയുന്നത്. എന്താ കാര്യം? ലോവർ പൊളാരിറ്റിക്ക് കാരണം എന്താണ്? the electronegativity is higher there. ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ്. കാരണം എന്താ? എസ് ക്യാരക്ടർ 33% ആണ്. അതുകൊണ്ട് ഡിഫറൻസ് ഇൻ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ത് ചെയ്യും? കുറയും. അപ്പൊ ഡിഫറൻസ് ഇൻ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞാൽ പൊളാരിറ്റി കുറയും. ഓക്കെ, ഇനി റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ ഇവിടെ ഉണ്ട്. ഏത്? അറൈൽ ഹാലൈഡ്സിൽ റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. അപ്പോ ബിക്കോസ് യു ഹാവ് ദ ബെൻസീൻ റിംഗ് ഹാവിംഗ് എ ഹാലജൻ ആറ്റം which is having a lone pair and enters into resonance. 3, ഈ റെസൊണൻസ് കൊണ്ട് ഒരു കാർബൺ ഹാലജൻ ഡബിൾ ബോണ്ട് വരും. അതുകൊണ്ട് SNAR റിയാക്ഷൻസ് അറൈൽ ഹാലൈഡ്സിൽ കുറവാണ്. സോ വെൽക്കം ഓൾ സ്റ്റുഡൻസ്. സഹീൽ, ഇഷാൽ, ശ്രീലക്ഷ്മി, ഹലീമ, എല്ലാവരുടെയും പേര് പറയാൻ ഞാൻ നോക്കാം. എല്ലാവരും ജസ്റ്റ് കീപ് ലിസണിങ് ടു ദിസ് ക്ലാസ്. ഓക്കെ. ഇനി നമ്മൾക്ക് ഇവിടെ ഈ പറയുന്ന SN റിയാക്ഷൻസിനെ നമ്മൾ പറഞ്ഞു ഇറ്റ് ഇസ് ക്ലാസിഫൈഡ് ഇൻടു 2, SN1 ആൻഡ് SN2. ഈ SN1 റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് 1? അത് ഓർഡറാണ്. കാരണം ആ റിയാക്ഷന്റെ റേറ്റിനെ ബാധിക്കുന്നത് അവിടുത്തെ ആൽക്കൈൽ ഹാലൈഡിന്റെ കോൺസെൻട്രേഷൻ മാത്രമാണ്. ഓക്കെ, പക്ഷേ അത് SN2 ആകുമ്പോഴോ ആ റേറ്റിനെ ബാധിക്കുന്നത് ആൽക്കൈൽ ഹാലൈഡിന്റെ കോൺസെൻട്രേഷനും ന്യൂക്ലിയോഫൈലിന്റെ കോൺസെൻട്രേഷനുമാണ്. മനസ്സിലായോ? അതുകൊണ്ട് ഇതിന്റെ ഓർഡർ 1 ആണ്. പക്ഷേ ഇതൊരു 2 സ്റ്റെപ്പ് പ്രോസസ്സാണ്. ഇത് 1 സ്റ്റെപ്പും.
അപ്പൊ ഇവിടെ കാർബോകാറ്റോൺ ആണ് ഇന്റർമീഡിയറ്റ്, ഇവിടെ ട്രാൻസിഷൻ സ്റ്റേറ്റ് ആണുള്ളത്. അതുകൊണ്ട് ഇവിടെ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ടുവേർഡ്സ് SN1 എന്തായിരിക്കും? ടെർഷ്യറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി. പക്ഷെ ഇവിടെ എന്തായിരിക്കും? പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടെർഷ്യറി ആണ്. ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റിന്റെ സ്റ്റെബിലിറ്റിയെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ആരാണ്? ഞാൻ കം ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ കേട്ടോ. ഈ ട്രാൻസിഷൻ സ്റ്റേറ്റിന്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്റ്റെറിക് ഹിൻഡ്രൻസ് എന്നാണ്. അപ്പൊ ഏറ്റവും കുറവ് സ്റ്റെറിക് ഹിൻഡ്രൻസ് മോസ്റ്റ് റിയാക്റ്റീവ് ആയിരിക്കും. അത് പ്രൈമറി അല്ലേ? കാരണം സെക്കൻഡറിയുടെ 2 സൈഡിൽ ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്, ടെർഷ്യറിയുടെ 3 സൈഡിൽ ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അവിടെ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഇസ് എന്താണ്? പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടെർഷ്യറി എന്ന് പറഞ്ഞത്. ഇനി അടുത്ത ലെവലിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്താണ് ഈ പറയുന്ന SN1 and SN2 റിയാക്ഷൻസിന്റെ കമ്പാരിസൺ പറയുകയാണെങ്കിൽ യു ക്യാൻ കൺക്ലൂഡ് ദാറ്റ് സെക്കൻഡറി ടെർഷ്യറി ആണെങ്കിൽ അത് SN1 2 സ്റ്റെപ്പ് കാർബോകാറ്റോൺ, എന്നാൽ അത് പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ആണെങ്കിൽ അത് SN1 1 സ്റ്റെപ്പ് പ്രോസസ്, നോ ഇന്റർമീഡിയറ്റ്. സോ നമുക്കൊരു കൺഫ്യൂഷൻ വരും. ഇഫ് ദി ആൽക്കൈൽ ഹാലൈഡ് സെക്കൻഡറി, ആൽക്കൈൽ ഹാലൈഡ് സെക്കൻഡറി ആണെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ട്. SN1 ആകാം, SN2 ആകാം. അപ്പൊ നമ്മൾ പറയും എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്? വൺ, നമ്മൾ ന്യൂക്ലിയോഫിലിക് കോൺസെൻട്രേഷൻ നോക്കണം. അത് ലോ ആണെങ്കിൽ അത് SN1. അതെന്താ? SN1 റിയാക്ഷന്റെ റേറ്റിനെ ന്യൂക്ലിയോഫിലിക് കോൺസെൻട്രേഷൻ ബാധിക്കുന്നില്ലല്ലോ. അപ്പൊ അവിടെ ലോ കോൺസെൻട്രേഷൻ ഓഫ് ന്യൂക്ലിയോഫൈൽ ആണെങ്കിൽ SN1 എന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇനിയും ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ പോളാർ പ്രോട്ടിക് സോൾവെന്റ് എടുക്കണം. അതാരാ? വാട്ടർ ഉണ്ട്, അമോണിയ ഉണ്ട്, ആൽക്കഹോൾ ഉണ്ട്. അങ്ങനെ പോളാർ ആയിരിക്കണം ഒരു പ്രോട്ടോണിനെ കൊടുക്കാൻ പറ്റുന്നവരൊക്കെ എന്തായിരിക്കും ആണെങ്കിൽ യു ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ഇറ്റ് ഇസ് SN1. എന്നാൽ ഇഫ് യു ആൽക്കൈൽ ഹാലൈഡ് ഇസ് സെക്കൻഡറി ആൻഡ് ഇറ്റ് ഇസ് SN2 ആണോ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ന്യൂക്ലിയോഫിലിക് കോൺസെൻട്രേഷൻ നോക്കുക, അത് ഹൈ ആയിരിക്കും. ഇല്ലെങ്കിൽ പോളാർ എപ്രോട്ടിക് സോൾവെന്റ് ആയിരിക്കണം. പോളാർ എപ്രോട്ടിക് സോൾവെന്റ്. ഓക്കെ, ശിവാനി വന്നിട്ടുണ്ട്. ശിവാനി ഹായ്. വഹീദ KK, ഫാസി അഹമ്മദ്, മുസിൻ DP, എല്ലാവർക്കും ഹായ്. ഓക്കെ, കീപ് ലിസണിങ്. അപ്പൊ നമ്മൾ ഇനി പറയുന്നത് എന്താണ്? ഈ പറയുന്ന പോളാർ എപ്രോട്ടിക് സോൾവെന്റ് ആരാണ്? ഈ എപ്രോട്ടിക് എന്ന് പറഞ്ഞാൽ പോളാർ ആയിരിക്കണം, പ്രോട്ടോണിനെ കൊടുക്കാൻ പാടില്ല. അതാണ് അസറ്റോൺ. പിന്നെ DMFA എന്ന് പറയുന്ന ഡൈമീഥൈൽ സൾഫോക്സൈഡ്. അതാരാ? ഡൈമീഥൈൽ സൾഫോക്സൈഡ്. ഇതാണ് ഡൈമീഥൈൽ സൾഫോക്സൈഡ്. അയാൾക്ക് പ്രോട്ടോണിനെ കൊടുക്കാൻ പറ്റൂല. പിന്നെ ഇത് ഡൈമീഥൈൽ സൾഫോക്സൈഡ് ആണ് ഞാൻ ഇപ്പോൾ വരച്ചത്. ഇത് ഡൈമീഥൈൽ ഫോർമമൈഡ്. അതെങ്ങനെയായിരിക്കും? ഡൈമീഥൈൽ ഫോർമമൈഡ് ഇതല്ലേ ആണ്. അപ്പൊ ഈ Hനെ നമ്മൾ മാറ്റിയിട്ട് ഒരു 2 CH3 കൊടുത്താൽ എന്താണ്? ഡൈമീഥൈൽ ഫോർമമൈഡായി. ഇതിൽ ആരെങ്കിലും ആണെങ്കിൽ മെക്കാനിസം SN2. അപ്പൊ SN1 and SN2 റിയാക്ഷൻസിന്റെ മെക്കാനിസം ഇതാണ്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹൗ വിൽ യു ഐഡന്റിഫൈ ദ പ്രോഡക്റ്റ് ഇഫ് ദ റിയാക്ടന്റ് ഹാസ് എ കൈറൈൽ കാർബൺ ആറ്റം. അതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. SN1 റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ആൽക്കൈൽ ഹാലൈഡിൽ കൈറൈൽ കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ മക്കൾ ഓർത്തോളൂ, ദി ആൻസർ വിൽ ബി എ റസമിക് മിക്സ്ചർ. പക്ഷെ അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. ദ ഇൻവേർഷൻ പ്രോഡക്റ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ ദ റിട്ടൻഷൻ പ്രോഡക്റ്റ്. അതെന്താണ് നമുക്ക് നോക്കാം. സോ ലെറ്റ് us imagine that you have an alkyl halide like this. അപ്പൊ ഇത് കൈറൈൽ കാർബൺ ആറ്റം ആണല്ലോ അല്ലെ? ഇത് കൈറൈൽ കാർബൺ ആറ്റം അല്ലേ? ആ കൈറൈൽ കാർബൺ ആറ്റം അവിടെ വന്നാൽ എന്താണ്? അത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും. അത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണെങ്കിൽ അവൻ എയ്തർ ഡെക്സ്ട്രോ അല്ലെങ്കിൽ ലീവോ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ഡെക്സ്ട്രോ ആണെന്ന് വെച്ചോ. അപ്പോ നമ്മൾ പറയുന്നു ഇത് ഡെക്സ്ട്രോ ആണെങ്കിൽ ഇത് SN1 റിയാക്ഷനിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി അറ്റാക്ട് ഫ്രം ദ ഫ്രണ്ട് എൻഡ് ആൻഡ് ദ റിയർ എൻഡ്. അപ്പൊ ഈ ഫ്രണ്ട് എൻഡ് എന്നുള്ള അറ്റാക്കിന് സാധ്യത കുറവാണ്. എന്താ കാര്യം? ഈ ലീവിംഗ് ഗ്രൂപ്പ് പൂർണ്ണമായി ഇവിടെ വിട്ടു പോവില്ല. ഇനീഷ്യലി ഈ കാർബോകാറ്റോണിന്റെ ഇവിടെ ലീവിംഗ് ഗ്രൂപ്പ് ഉണ്ടാവും. അതുകൊണ്ട് ബാക്കിൽ നിന്നായിരിക്കും അറ്റാക്ക് ചെയ്യുക.
കാരണം കാർബോക്കേറ്റോൺ പ്ലേനാർ അല്ലേ, അപ്പോൾ അയാൾക്ക് ബാക്കിൽ നിന്ന് അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് ആദ്യം ഉണ്ടാവുക ലീവ് ആയിരിക്കും, അത് കഴിഞ്ഞിട്ടേ ഡെക്സ്ട്രോ ഉണ്ടാവുള്ളൂ. സോ നമ്മുടെ ഉത്തരം ഈ ചോദ്യത്തിന്റെ എന്താണ്? ദ SN1 റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ഒരു ആൽക്കൈൽ ഹാലൈഡിൽ കൈറൽ കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ റസമിക് മിക്സ്ചർ വെർ ഇൻവേർഷൻ ഇസ് ഗ്രേറ്റർ ദാൻ റിട്ടൻഷൻ. മനസ്സിലായോ? തെറ്റരുത്. പക്ഷെ ഇത് SN2 ആണെങ്കിൽ ഇറ്റ് വിൽ ബി വാലന്റ് ഇൻവേർഷൻ, ഓപ്പോസിറ്റ് കോൺഫിഗറേഷനുള്ള പ്രോഡക്റ്റ് ആണ് ഉണ്ടാവുക. അപ്പൊ ഈ ക്വസ്റ്റിന്റെ ഉത്തരം മനസ്സിലായല്ലോ. SN1 റിയാക്ഷനിൽ കൈറൽ കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ that will be a racemic mixture where the inversion product is slightly greater than retention product. എന്നിട്ടോ അത് SN2ലേക്ക് പോയാൽ നമുക്ക് എന്ത് വരും? SN2ലേക്ക് പോയാൽ നമ്മൾക്ക് വാൽഡൻ ഇൻവേർഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ. സോ ആ ക്വസ്റ്റ്യനിൽ നമ്മൾ പാർഷ്യൽ റെസമൈസേഷൻ എന്ന് പറയുന്നത് നോർമലി ഒരു റെസമിക് മിക്സറിനകത്ത് 50% എക്സ്ട്രോ 50% ലീവോ ആയിരിക്കും വരിക. സോ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. ക്ലിയർ അല്ലേ? ഓക്കെ. സോ അടുത്ത നമ്മളുടെ തിയറി പാർട്ടായ ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അതും ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെ നമ്മൾ ചോദിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആസിഡ്സ് ഡസ് നോട്ട് എക്സിബിറ്റ് ഒപ്റ്റിക്കൽ ഐസോമറിസം. നമ്മൾ പറയുന്നത് ഒരു കോമ്പൗണ്ട് ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കണമെങ്കിൽ അതിലൊരു കൈറൈൽ കാർബൺ ആറ്റം വേണം. എന്താണ് ഒരു കൈറൽ കാർബൺ ആറ്റം? അതിൻ്റെ 4 വാലൻസീസും ഡിഫറൻ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അതിൽ നമ്മൾ പറയുന്നത് എന്താണ്? ഒന്ന് 4 വാലൻസി ഡിഫറൻസി സാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞാൽ ഒന്ന് H ആവാം, ഒന്ന് CS3 ആവാം, ഒന്ന് C2H5 ആകാം, മറ്റൊരു C3H7 ആവാം. ഇഫ് യു ടോക്കിംഗ് അബൌട്ട് ആൻ ആൽക്കെയിൻ, മിനിമം 1 2 3 4 5 6 7 കാർബൺ ആറ്റം ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കാൻ. സോ ദിസ് ഇസ് ദ കൈറൽ കാർബൺ ആറ്റം വി ടോക്ക് അബൌട്ട്. മനസ്സിലായോ? അപ്പൊ നമ്മൾ പറയുന്നത് ഈ ഒരു കോമ്പൗണ്ടിൽ ഇങ്ങനെ ഈ 4 ചോയ്സിൽ ആർക്കാണ് എന്ത് ഒപ്റ്റിക്കൽ ഐസോമറിസം ഇല്ലാത്തതെന്ന് വെച്ചാൽ നോർമൽ കേസിൽ നമ്മൾ പറയും കൈറൽ കാർബൺ ആറ്റം ഇല്ലാത്തതാണ്. അതൊരു ജനറലൈസേഷൻ ആണ്, എക്സെപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ പോകുമ്പോൾ അത് മനസ്സിലാവും. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻസിലെ ഓരോ ആസിഡ്സിന്റെയും സ്ട്രക്ചേഴ്സ് ഒന്ന് വരച്ച് നോക്കാം. ഓക്കെ. അപ്പോൾ ആദ്യം നമുക്ക് മലയിക് ആസിഡ് എന്ന് വരച്ച് നോക്കാം. ആ വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം. മലയിക് ആസിഡ്. മലയിക് ആസിഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇതാണ് മലയിക് ആസിഡ്. ഇതാണ് മലയിക് ആസിഡ്. മലയിക് ആസിഡ് ഒരു സിസ് ഫോം ആണ്. മലയിക് ആസിഡിൽ കൈറൽ കാർബൺ ആറ്റം ഇല്ല. അപ്പോൾ മലയിക് ആസിഡ് ആയിരിക്കും ഈ ചോദ്യത്തിന്റെ ഉത്തരം. എന്താ കാരണം? ആൽഫ അമിനോ ആസിഡ്. വാട്ട് ഇസ് ആൻ അമിനോ ആസിഡ്? ഇതാണ് ആൽഫ അമിനോ ആസിഡ്. ഈ ആസിഡിൽ ഇത് കൈറയിലാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് അലാനിൻ ആണ്. അമിനോ ആസിഡ്സിൽ എന്താണ്? ഒരു ആസിഡ് ആൽഫ ഒരു അമിനോ ആസിഡ് മാത്രമാണ് എന്താണ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി അല്ലാത്തത്. ദാറ്റ്സ് ഗ്ലൈസീൻ. സോ എന്താണ്? ആൽഫ അമിനോ ആസിഡ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. ലാക്റ്റിക് ആസിഡ് അതാരാണ്? ദിസ് ഇസ് ലാക്റ്റിക് ആസിഡ് 2-hydroxy propanoic acid and that is also having a chiral carbon atom like this. പിന്നെ ടാർട്ടാറിക് ആസിഡ് ആണ്. ടാർട്ടാറിക് ആസിഡിൽ 2 chiral carbon atom ഉണ്ട്. ഒന്ന് ഇത്, ഒന്ന് ഇത്. So you have 2 chiral carbon atoms for in the tartaric acid. So you can say that all except malic acid can exhibit optical activity because it does not have എന്താണ് a chiral carbon atom. Okay, നമുക്ക് മെല്ലെ അടുത്ത എന്ന ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്? ആക്ച്വലി എന്താണ്? ഒരു ആൽക്കൈൽ ഹാലൈഡിന് NaOH മോളിക്യൂളുമായി ട്രീറ്റ് ചെയ്താൽ you will get the exchange of nucleophiles like this. ഈ OH ഇവിടെ വരികയും ഈ X ഇവിടെ പോവുകയും ചെയ്താൽ അത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ചോദിക്കുന്നത് എങ്ങനെയാണ്, എന്തുകൊണ്ട് സംഭവിച്ചു? ഈ X- ഒരു വീക്ക് ന്യൂക്ലിയോഫൈലാണ്. എന്താ കാര്യം? X- പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആര്? HX എന്ന സ്ട്രോങ് ആസിഡ്. സ്ട്രോങ് ആസിഡിന്റെ കോൺജുഗേറ്റ് ബേസ് വീക്ക് ആയിരിക്കും. സ്ട്രോങ് ആസിഡ് ഹാസ് a weak conjugate base.
വീക്ക് കോൺജുഗേറ്റ് ബേസ് എന്ന് പറഞ്ഞാൽ വീക്ക് ന്യൂക്ലിയോഫൈൽ ആണ്. പക്ഷേ OH മൈനസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വാട്ടറാണ്. വാട്ടർ ഒരു വീക്ക് ആസിഡ് ആണ്. അപ്പോൾ അയാളുടെ കോൺജുഗേറ്റ് ബേസ് സ്ട്രോങ് ആയിരിക്കും. കോൺജുഗേറ്റ് ബേസ് സ്ട്രോങ് ആണെങ്കിൽ ന്യൂക്ലിയോഫിലിക് സ്ട്രെങ്ത് സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഒരു സ്ട്രോങ് ന്യൂക്ലിയോഫൈല് ഒരു വീക്ക് ന്യൂക്ലിയോഫൈലിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആ സബ്സ്റ്റിറ്റ്യൂഷനെയാണ് നമ്മൾ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. മനസ്സിലായില്ലേ? അങ്ങനെ ഒരുപാട് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ലൈക്ക് ഞാനിപ്പോൾ ഒരു വെറുതെ കുറച്ച് എക്സാമ്പിൾസ് പറയാം. ദാ ഇപ്പം ഞാൻ എഴുതിയ NaOH gives you ROH, KCN gives you RCN, AgCN gives you RNC. അങ്ങനെ നമുക്ക് ഇങ്ങനെ കുറേ എഴുതിപ്പോവാം. ലൈക്ക് KNO2 gives you നൈട്രിറ്റോയിതെയിൻ. അപ്പോൾ ഇതും ആംബിഡൻ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആണ്. അതേപോലെ AgNO2 ആണെങ്കിൽ നൈട്രോ ഈതെയിൻ കിട്ടും. സോ ഇതും ആംബിഡൻ ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ആംബിഡൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. അപ്പൊ ഇതെല്ലാമാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. നമ്മുടെ ചോദ്യം എന്താണ് ഇവിടെ? നമ്മുടെ ചോദ്യം, ഇതിൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആര്? സിമ്പിൾ ആണ്. ഇതൊരു ആൽക്കീൻ, അയാളെ വാട്ടറുമായി ട്രീറ്റ് ചെയ്താൽ യു വിൽ കോൾ ദിസ് ആസ് ഹൈഡ്രേഷൻ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഒരു എച്ചും ഒരു OHും അറ്റാച്ച് ചെയ്തു. സോ അതൊരു അഡീഷൻ റിയാക്ഷൻ മാത്രമാണ്. നമ്മളത് ചോദിച്ചത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഏതാണ്? ദാ ഇത് എന്താ സംഭവിക്കുന്നത്? RCH ഡബിൾ ബോണ്ടോ പ്ലസ് RMgX എന്ത് സംഭവിക്കുന്നു? ഇത് മൈനസ്, ഇത് പ്ലസ്, ഇത് മൈനസ്, ഇത് പ്ലസ്. അപ്പൊ എന്താ സംഭവിക്കുക? ഈ മൈനസ് ഇവിടെ ആഡ് ചെയ്യുന്നു, ഈ Mg ഇവിടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ അതും അഡീഷൻ ആണ്. ആൻഡ് ദിസ് ഇസ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ. മനസ്സിലായോ? ഇനി ഇത് ഇവിടെ എന്ത് സംഭവിച്ചു? ഈ Br എന്ന് പറയുന്ന വീക്ക് ന്യൂക്ലിയോഫൈൽ is substituted by a strong nucleophile NH2. So your answer is C. എന്തുകൊണ്ട് ഇതല്ല? അതും അഡീഷൻ റിയാക്ഷൻ ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചിന്തിച്ചൂടെ? ആൽഡിഹൈഡ് കീറ്റോൺസ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ ആണ്. ആൽക്കീൻ ആൽക്കൈൻ ഇലക്ട്രോഫിലിക് അഡീഷൻ ആണ്. അപ്പോൾ ഇതെല്ലാം അഡീഷൻ റിയാക്ഷൻസ് ആണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചത് ഇതിൽ അഡീഷൻ അല്ലാത്തത് ആര് എന്നാണ്. അഡീഷൻ അല്ലാത്തത് നമ്മൾ ഇത് മൂന്നും അഡീഷൻ ആണ്. അപ്പോൾ അഡീഷൻ അല്ലാത്തതാണ് ഇത്. അതെന്താണത്? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ക്ലിയർ അല്ലേ? അപ്പോൾ ദിസ് ഇസ് ഓൾസോ അഡീഷൻ ബിക്കോസ് യുവർ ആൻസർ വിൽ ബി എ സൈനോഹൈഡ്രൻ. OHCN ഇതാണ് സൈനോഹൈഡ്രൻ. അത് നമ്മൾ ആൽഡിഹൈഡ്സ് എന്ന ചാപ്റ്ററിൽ പറയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. സോ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ. സോ റസൽ, ഓക്കെ, സീനത്ത്, ഓക്കെ, ശിവാനി, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. യെസ്, ഓക്കെ. പലരും പേഴ്സണൽ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദി തിങ്സ് വിച്ച് ഇസ് റിലേറ്റഡ് ടു ആർ ലൈവ് ക്ലാസ്സസ്. ഓക്കെ, ശരി. അപ്പൊ അടുത്ത് നമ്മൾക്ക് നോക്കാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നേരം SN1 റിയാക്ഷൻസിനെ കുറിച്ചാണ് കൂടുതൽ സംസാരിച്ചത്. ഇപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, ഒരു റിയാക്ഷൻ ഇൻ ആൻ SN2 സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് ദ ടൈപ്പ് RBr ഗിവിംഗ് യു Cl minus, the RCl and Br minus, which one of the following has the highest reactivity? അപ്പോൾ highest reactivity towards SN2 എന്ന് പറയുമ്പോൾ എന്താണ്? It is the order of the reactivity is primary greater than secondary greater than tertiary. So when you talk about A, it is primary, B is also primary, C is also primary because they have greater steric hindrance. Here you have 3 alkyl groups. Similarly, you have 4 alkyl groups, you have 5 alkyl groups, but you have only 2 alkyl groups here. So your answer is D. So when you know that the order of the reactivity of SN1 reaction is tertiary greater than secondary greater than primary, you must also remember that SN2 reactions have an order of reactivity primary greater than secondary greater than tertiary. Is that clear? So now you have, if you are given 4 primary alkyl halides, choose that which has the lowest number of alkyl groups. Okay, so we are going on to the next question. So the next question is about optical activity. Again,
and it's related to the naming system. See, there is a special naming system called R&S naming system, which is called the rectus and the sinister form. So imagine that I have a compound like this. When you talk about a molecule like this, the R&S notation is as follows. Number one, you give priority numbering to each valencies based on the atomic number of the first atom attached. So here the first atom is chlorine. It is having an atomic mass of 35. Here it is oxygen, which is 16. 3 goes to carbon, and finally you have 4 given to hydrogen. So the first condition is if the least prior group is on the top or bottom, you just read or move your eye from 1 to 2, 2 to 3, 3 to 4. And if you're getting a direction of rotation in the anti-clockwise direction, the answer is S. If it is in the clockwise direction, the answer is R. So here you have a direction which is in the anti-clockwise form. And so your answer is S. Similarly, if you have the same molecule or a different molecule with your least prior group on the left or right. Second condition is if the least prior group is on the left or right. Give similar numberings to the system like this and give numbering. So it is 1, 2, 3, 4. Again, you have a direction which is opposite to your clockwise, which is anti-clockwise. But if your least prior group is on the left or right, you will get a configuration, but the answer will be opposite. That means if you get the answer as S, the rotation will be, or the answer for the question will be R. So once more I repeat, if the least prior group is on the top or bottom, give priority numbering and take the rotation, that will be your answer. If it is clockwise, it is R, and if it is anti-clockwise, it is S. And secondly, if you have the least prior group on the left or right, you take the rotation, the opposite will be the answer. If the rotation shows R, the answer is S. Now we can come back to this question. So if you are giving priority numbering here, 1 goes to chlorine, 2 goes to ethyl because there are 2 carbon atoms, 3 goes to this, and 4 goes to this. You have the least prior on the left. So your rotation is R, so the answer is S. Rotation is R, the answer is S. Now we can go to the B choice. 1, 2, 3, 4. Here the least prior group is at the bottom. So you get the answer as R, and as the least prior group is on the bottom, your answer is B because it is R. Now let us take the third choice. Even though you got the answer, 1, 2, 3, 4. So you got the answer as R, but the least prior group is on the left, so it is S. Again, 1, 2, 3, 4. Your rotation is S. The least prior group is on the bottom, so it is S. So that's why I said നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം B ആണ്. Okay? Is that clear? So Nasil BV sir. Nasil sir, okay, fine, thank you. Hari, hi Hari. So let us move on to the next question. So the next question about is, in which of the following least reactive in a nucleophilic reaction? So the question is, തന്നിരിക്കുന്ന choice ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനോടുള്ള റിയാക്ടിവിറ്റി ലീസ്റ്റ് ആർക്കാണ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ
എളുപ്പമാകണമെങ്കിൽ ഈ ബോണ്ട് പോളാർ ആവണം. ഈ ബോണ്ട് പോളാർ ആവണമെങ്കിൽ ഈ കാർബൺ ആറ്റം, ദാറ്റ് ഇസ് യുവർ ആൽഫ കാർബൺ ആറ്റം, must be sp3. എങ്കിൽ ദിസ് ബോണ്ട് ഇന്ന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ഈ ബോണ്ട് പോളാർ ആകണമെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യും, അല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. So that means first case it is a polar bond because this carbon atom is sp3. In the second case you find that this carbon atom is sp2 and this is a vinyl chloride. That means the halogen atom called chlorine is attached to a doubly bonded carbon atom, which is less polar. Means it is very reluctant to take part in nucleophilic substitution reactions. In other cases, all the carbon atoms are, this is an allyl chloride where it is also sp3. So your answer is B. So, അങ്ങനെ ആർക്കൊക്കെയാണ് വരുന്നത്? ലെസ് പോളാർ ബോൺസ് വരുന്നത് ഒന്ന് അറൈൽ ഹാലൈഡിൽ. അറൈൽ ഹാലൈഡിലെ ബോണ്ട് എന്ന് പറയുന്നത് സി ഇസ് ഹാവിങ് എ സി കാർബൺ ആറ്റം, ആൽഫ കാർബൺ ആറ്റം വിച്ച് ഇസ് sp2. പിന്നെ വരുന്നത് വീനൈൽ. ഈ രണ്ട് കേസിലും ഈ CCl ബോണ്ട് ലെസ് പോളാർ ആണ്, ആൻഡ് സോ ദേ ആർ വെരി റിലക്റ്റന്റ് ടു ടേക്ക് പാർട്ട് ഇൻ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ആ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? സിമ്പിൾ ആണ്. വീനൈൽ ഹാലൈഡ്സും അറൈൽ ഹാലൈഡ്സും ഈ റിയാക്ഷനോട്, ഏത് SN റിയാക്ഷൻസിനോടുള്ള ടെൻഡൻസി വളരെ കുറവാണ്. ഇസ് ദാറ്റ് ക്ലിയർ? സോ ഓക്കെ, ഐഷ, മിൻഷ, ഹായ്. ഫാത്തിമ, മിൻസ, ഹായ്. മാജിദ, നസ്രീൻ, ഹായ്. Hope you're all listening to the class. Okay, നമുക്ക് അടുത്ത സെഷൻ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. സി, നമ്മൾ പറയുന്നു when you talk about an alcohol and you treat this with HCl, you say that the bond is very strong here, അല്ലെ? പക്ഷെ നേരെ തിരിച്ചു വരുമ്പോൾ നമ്മുടെ ആൽക്കൈൽ ഹാലൈഡിലെ ഈ ബോണ്ട് ഇസ് ബ്രേക്കബിൾ ഇഫ് ദി ഹാലജൻ ഇസ് ലാർജ്. കാരണം അയോഡിൻ വളരെ വലിയ 127 അറ്റോമിക് മാസുള്ള ആറ്റമാണ്. ബ്രോമിൻ വരുമ്പോൾ 80 ക്ലോറിൻ വരുമ്പോൾ 35, ഫ്ലൂറിൻ വരുമ്പോൾ അതിലും കുറവാണ്. അപ്പോൾ ഈ ആറ്റങ്ങൾ ചെറുതാവുന്നതനുസരിച്ച് ബോണ്ട് ലെങ്ത് കുറയും. ബോണ്ട് ലെങ്ത് കുറഞ്ഞാൽ ബോണ്ട് എനർജി കൂടും. ബോണ്ട് എനർജി കൂടിയാൽ ബോണ്ട് അസോസിയേഷൻ എന്താൽപ്പി കൂടും. അപ്പൊ ഏറ്റവും ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് ചെറിയ ആറ്റം വരുമ്പോഴാണ്. അപ്പോൾ ഇവിടുത്തെ മോസ്റ്റ് റിയാക്റ്റീവ് ആറ്റം, ഏറ്റവും മോളിക്യൂൾ, ഏറ്റവും വലിയ ആറ്റമുള്ള അയഡൈഡാണ്. പിന്നെ ആര് വരും? നെക്സ്റ്റ് ലാർജസ്റ്റ് ഹാലജൻ ആരാണ്? ബ്രോമിൻ. പിന്നെ ആര് വരും? ക്ലോറിൻ. ആൻഡ് ലാസ്റ്റിലെ ആര് വരുള്ളൂ? ഫ്ലൂറോ ഡെറിവേറ്റീവ്. സോ നിങ്ങൾക്ക് തന്നെ അറിയാം ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? ബി ആണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ദ റിയാക്ടിവിറ്റി ഓഫ് ആൽക്കൈൽ ഹാലൈഡ്സ് ടുവേർഡ്സ് ഡിഫറെന്റ് റിയേജൻസ്. അപ്പോൾ ആൽക്കൈൽ ഹാലൈഡ്സ് ഡിഫറെന്റ് റിയേജൻസുമായി റിയാക്ട് ചെയ്യുമ്പോൾ ഏതൊക്കെയാണ് ചോദ്യങ്ങളെന്ന് ചോദിച്ചാൽ, ഒരു ആൽക്കഹോളുമായി, ഒരു ആൽക്കൈൽ ഹാലൈഡിനെ നമ്മൾ NaOH ട്രീറ്റ് ചെയ്യുമ്പോൾ ആൽക്കൈൽ ക്ലോറൈഡ് ആണോ ആൽക്കൈൽ അയഡൈഡ് ആണോ മോർ റിയാക്റ്റീവ് ആണെന്ന് നമ്മൾ ആൽക്കൈൽ അയഡൈഡേ പറയുള്ളൂ. അപ്പോൾ ആൽക്കൈൽ ബ്രോമൈഡ് ആണോ ആൽക്കൈൽ അയഡൈഡ് എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ അയഡൈഡ് പറയും. ബ്രോമൈഡ് ആണോ ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ ബ്രോമൈഡ് പറയും. അത് ബോണ്ട് അസോസിയേഷൻ എന്താൽപ്പി വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, നൗ we'll go to the next part of this question. ഒരു ചെറിയ കൺവേർഷൻ ആണ്, and this is also considered as a reaction which is connecting SN reactions in the applications. So the first part of this question is, നമ്മൾ ഒരു ആൽക്കൈൽ ഹാലൈഡ് എടുത്തിട്ട് സോഡിയം സൈനൈഡ് അല്ലെങ്കിൽ പൊട്ടാഷ്യം സൈനൈഡുമായി ട്രീറ്റ് ചെയ്യുമ്പോൾ സൈനൈഡ് അയോൺ മോർ ന്യൂക്ലിയോഫിലിക് ദാൻ ഹാലൈഡ് അയോൺസ്. സി, ഹാലൈഡ് അയോൺസ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസിന് ഫീസിബിൾ ആവാൻ 3 കാര്യങ്ങളാണ്. ഒന്ന്, ഹാലൈഡ് അയോൺസ് ബെറ്റർ ലീവിംഗ് ഗ്രൂപ്പ്സ് ആണ്. ഒരു ബെറ്റർ ലീവിംഗ് ഗ്രൂപ്പ് ആണോ അല്ലേ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ഒന്ന്, ബെറ്റർ ലീവിംഗ് ഗ്രൂപ്പ്സ് വീക്ക് കോൺജുഗേറ്റ് ബേസ് ആയിരിക്കണം. വീക്ക് കോൺജുഗേറ്റ് ബേസ് ആയിരിക്കണം. ആണല്ലോ, ഹാലജൻസ് വെരി സ്ട്രോങ് ആസിഡ്സിന്റെ കോൺജുഗേറ്റ് ബേസ് ആണ്. അപ്പൊ അത് വീക്ക് ആയിരിക്കും. പിന്നെ ഹൈലി മൈനസ് ആയിരിക്കണം.
ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്ന ബെറ്റർ ലീവിംഗ് ഗ്രൂപ്പിന്റെ കാര്യത്തിൽ പറയേണ്ടത്. രണ്ട്, halide ions ആർ ദ വീക്കസ്റ്റ് among nucleophiles. അതുകൊണ്ട് ആർക്ക് വേണോ അയാളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൂന്ന്, all other nucleophiles are stronger ആണെങ്കിൽ halogens can be easily removed from the system. അതാണ് നമ്മളുടെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസിൽ ആൽക്കൈൽ ഹാലൈഡ്സ് ഇത്ര ഫീസിബിൾ ആവാനുള്ള കാരണം അതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കൺവേർഷൻ ഒന്ന് നോക്കാം. ഈ കൺവേർഷനിൽ നമ്മൾ പറയുന്നത് ഒരു ആൽക്കൈൽ ഹാലൈഡിനെ സോഡിയം സയനൈഡുമായി ട്രീറ്റ് ചെയ്താൽ ഇനീഷ്യലി യു വിൽ ബി ഗെറ്റിംഗ് ദ സയനൈഡ്. സയനൈഡ് ആകുമ്പോൾ സിസ്റ്റത്തിൽ ഒരു കാർബൺ ആറ്റം കൂടുന്നു. യു കോൾ ദാറ്റ് ആസ് എ സ്റ്റെപ്പ് അപ്പ് പ്രോസസ്. എന്നാൽ നമ്മൾ ഈ ചാപ്റ്റർ തന്നെ ബോറോഡൈൻ ഹൺസ്ഡേക്കർ റിയാക്ഷൻ പറയും. അവിടെ കാർബൺ ആറ്റത്തിന്റെ എണ്ണം ഒന്ന് കുറയും. നോക്കട്ടെ എത്ര പേര് പറയും ഈ റിയാക്ഷൻ വേറൊരു എക്സാമ്പിൾ പറയാം. ഒരു റിയാക്ഷനിൽ ബോറോഡൈൻ ഹൺസ്ഡേക്കർ റിയാക്ഷൻ പ്രോഡക്റ്റിലെ കാർബൺ ആറ്റം ഒന്ന് കുറയുന്നു. Can you give me another example where it is also decreasing a carbon atom? It is called Hofmann's bromamide degradation reaction. Shivani ഒന്ന് ചോദിച്ചിരിക്കുകയാണ്, so if a halogen atom is attached to a double bond, it won't take part in nucleophilic substitution. Yes, of course. അതല്ലേ നമ്മൾ പറഞ്ഞത്. അതിന്റെ പൊളാരിറ്റി കുറയുന്നു, അതിന്റെ സ്ട്രെങ്ത് കൂടുന്നു, അതിന് ബ്രേക്ക് ചെയ്യാനുള്ള ടെൻഡൻസി കുറയുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. വീനൈൽ ആൻഡ് അറൈൽ ഹാലൈഡ്സിന് ടെൻഡൻസി കുറവാണ്. അതേ സമയത്ത് ആൽക്കൈൽ ഹാലൈഡ്സിനും അറൈൽക്കൈൽ ഹാലൈഡ്സിനും അലൈൽ ഹാലൈഡ്സിനും ടെൻഡൻസി ഫോർ സബ്സ്റ്റിറ്റ്യൂഷൻ കൂടുതലായിരിക്കും. കമ്മിങ് ബാക്ക് ഹിയർ, ഈ സോഡിയം സയനൈഡ് ആൽക്കൈൽ ഹാലൈഡിനെ സോഡിയം സയനൈഡ് ആകുമ്പോൾ ഒരു കാർബൺ ആറ്റം കൂടി. സോ ഇറ്റ്സ് എ സ്റ്റെപ്പ് അപ്പ്. ബോറോഡൈൻ ഹൺസ്ഡേക്കറും ഹോഫ്മാൻ ബ്രോമൈഡും സ്റ്റെപ്പ് ഡൗൺ. അപ്പൊ സ്റ്റെപ്പ് അപ്പിന് രണ്ട് എക്സാമ്പിൾ പറഞ്ഞേ. ഉഡ്സ് റിയാക്ഷൻ, യു ക്യാൻ കോൾ കോബ്സ് ഇലക്ട്രോലൈസിസ്. ഇതെല്ലാം ഹൈഡ്രോകാർബൺസിൽ വരുന്നതാണ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ റിഡക്ഷൻ ആണ്. നിക്കൽ നൈട്രജൻ റെഡ്യൂസിങ് ഏജന്റ് ആണ്, ആൻഡ് യു വിൽ ഗെറ്റ് ദ കറസ്പോണ്ടിങ് പ്രൈമറി അമീൻ. ഇനി ഈ പ്രൈമറി അമീനെ നമ്മൾ അസറ്റിക് അൻഹൈഡ്രൈഡുമായി ട്രീറ്റ് ചെയ്യുമ്പോൾ അസറ്റൈലേഷൻ ഉണ്ടാവും. അപ്പോൾ അസറ്റൈലേഷൻ എന്ന് പറയുമ്പോൾ അഡീഷൻ ഓഫ് ദിസ് ഗ്രൂപ്പാണ്. അതിന് കാരണമാകുന്നത് അസറ്റിക് അൻഹൈഡ്രൈഡ് ആവാം, അല്ലെങ്കിൽ അസറ്റൈൽ ക്ലോറൈഡ് ആവാം. അപ്പൊ എന്താ സംഭവിക്കുക? ഈ എച്ച് പോകും. അപ്പോൾ യുവർ ഫൈനൽ ആൻസർ ഇസ് CH3CH2CH2 NH COCH3. So you can conclude that your answer is A. പക്ഷെ ഈ ക്വസ്റ്റ്യനിൽ കുറച്ച് അമീൻസ് വന്നിട്ടുണ്ട്. അതാണ് നമ്മൾക്ക് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ ഒരു പ്രശ്നം വന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മളുടെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ പ്രിപ്പറേഷൻ ഓഫ് അമീൻസ് ആയി. മൂന്നാമത്തെ സ്റ്റെപ്പിൽ അമീൻസിന്റെ പ്രോപ്പർട്ടി ആയി. അപ്പൊ കൺവേർഷൻസ് ചെയ്യുന്നത് എപ്പോഴും നമുക്ക് ഗുണം ചെയ്യും. കാരണം നമ്മൾ കൺവേർഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ചാപ്റ്ററിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ടി വരും. അല്ലാതെ നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ ഈ പറയുന്ന കൺവേർഷൻ, ഇപ്പൊ നമ്മളിപ്പോൾ ഈ ചാപ്റ്ററിന്റെ 10-19 NCERT ടെക്സ്റ്റിലെ 10-19 ക്വസ്റ്റ്യൻസ് ഇസ് about 20 എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആൻഡ് 20 of them are conversions. യഥാർത്ഥത്തിൽ നിങ്ങൾ ആ 20 ക്വസ്റ്റ്യൻസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് വർത്ത് ഫോർ യുവർ ബോർഡ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ആൻഡ് ഫോർ എൻട്രൻസ്. നിങ്ങളൊന്ന് ടെക്സ്റ്റ് നോക്കണം. യു മസ്റ്റ് ബി വെരി അക്കസ്റ്റംഡ് വിത്ത് ദ ക്വസ്റ്റ്യൻസ് ഇൻ യുവർ NCERT ടെക്സ്റ്റ്. കാരണം ഈ വർഷം പതിവ് പോലെ തന്നെ NCERT ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുക. ഓക്കെ ഓക്കെ അശ്വിൻ ഹായ്. അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊന്ന് പോവാം. 2-ബ്രോമോ. അപ്പൊ ആൽക്കൈൽ ഹാലൈഡിന്റെ പ്രോപ്പർട്ടിയിലേക്ക് നമ്മൾ കയറി. 2-ബ്രോമോപെന്റേൻ. 2-ബ്രോമോപെന്റേൻ ഇതാണ് 2-ബ്രോമോപെന്റേൻ. 2-ബ്രോമോപെന്റേനിൽ നമ്മൾ പൊട്ടാസ്യം ഈതോക്സൈഡ് ഉപയോഗിക്കും ഇൻ എത്തനോൾ. ആക്ച്വലി പൊട്ടാസ്യം ഈതോക്സൈഡ് എന്ന് പറയുന്നത് ഇൻ എത്തനോൾ എന്ന് പറയുമ്പോൾ യു ആർ ആക്ച്വലി ഗെറ്റിംഗ് CH3CH2OK or CH3CH2O-. Both of this are highly basic in nature. ഒരു സിസ്റ്റത്തിന് ഇതിപ്പോ എന്താണ് ബേസിക് സ്ട്രെങ്ത് ഇവിടെ കൂടിയത് കൊണ്ട് there is a possibility for the formation of beta elimination,
വേറെ ബീറ്റ എലിമിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ നമ്മളിപ്പോ ഒരു റിയാക്ഷൻ സിസ്റ്റത്തിൽ ആൽക്കൈൽ ഹാലൈഡ് കണ്ടു, അവിടെ വെറും KOH ആയിരുന്നെങ്കിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. എന്താ അക്വസ് KOH എന്ന് പറയുമ്പോൾ അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. കാരണം എന്താണ്? അക്വസ് KOH എന്ന് പറയുന്നത് ബേസിക് സ്ട്രെങ്ത് കുറവാണ്. അതേസമയം അതേ KOH-നെ നമ്മൾ ആൽക്കഹോളിൽ റിസോൾവ് ചെയ്താൽ അതിന്റെ ബേസിക് സ്ട്രെങ്ത് കൂടുന്നു. അപ്പോൾ ഇഫ് ദർ ഇസ് എ കോമ്പറ്റീഷൻ ബിറ്റ്വീൻ സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് എലിമിനേഷൻ, be confident that your answer will be elimination if the basic strength is high and substitution if the basic strength is low. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ട എന്താണ്? ബേസിക് സ്ട്രെങ്ത് കൂടി, അപ്പോൾ അവിടെ ബീറ്റ എലിമിനേഷൻ ആയിരിക്കും വരിക. ബീറ്റ എലിമിനേഷൻ ആകുമ്പോൾ നിങ്ങൾക്ക് യു ഹാവ് ബീറ്റ എലിമിനേഷൻ ടേക്കിംഗ് പ്ലേസ് ലൈക്ക് ദിസ്. ഒന്നിങ്ങനെ, പിന്നെ രണ്ടാമത്തത് ഇങ്ങനെ. അപ്പൊ നമ്മൾക്ക് നിശ്ചയിക്കേണ്ടി വരും, വാട്ട് ഇസ് ദ ആൻസർ ഹിയർ? രണ്ട് ആൻസേഴ്സിന് പോസിബിലിറ്റി ഉണ്ട്, ഒന്നിതും ഒന്നിതും. ഇതിൽ മേജർ ഇതായിരിക്കും, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് സെയ്റ്റ്സെഫ്സ് റൂളാണ്. പക്ഷെ ഈ പറയുന്ന സെയ്റ്റ്സെഫ്സ് റൂളിലെ പ്രോഡക്റ്റ് തന്നെ രണ്ടെണ്ണമായി ഡിവൈഡ് ചെയ്യാം, കാരണം they can exhibit geometrical isomerism. And your choice has trans-pen 2e and that must be the answer. എന്തുകൊണ്ട്? നമ്മൾ പഠിക്കുമ്പോൾ ഒരിക്കലും ഒരു ആൻസർ ഇതാണെന്നല്ല പഠിക്കേണ്ടത്. എന്തുകൊണ്ട് A വന്നില്ല? കാരണം A എന്ന് പറയുന്നത് ഒരു ഈതറാണ്. ഈതറിന് ഇവിടെ സാധ്യതയില്ല. pent 1 അല്ല, ദിസ് ഇസ് അഗൈൻസ്റ്റ് സെയ്റ്റ്സെഫ്സ് റൂൾ. പിന്നെ ട്രാൻസ് ആണോ സിസ് ആണോ? Always when you have two options of which one is cis and the other is trans, trans is the answer because trans highly inert, less reactive with almost a very low dipole moment. അതുകൊണ്ട് നമ്മുടെ ആൻസർ C ആണ്. സോ ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻസിൽ നമ്മൾക്ക് മേജർ പ്രോഡക്റ്റ് കിട്ടാൻ സെയ്റ്റ്സെഫ്സ് റൂൾ, ആ സെയ്റ്റ്സെഫ്സ് റൂളിൽ രണ്ട് പ്രോഡക്റ്റ് സിസും ട്രാൻസും ഉണ്ടെങ്കിൽ നമ്മുടെ ആൻസർ ട്രാൻസ്. ഇസ് ദാറ്റ് ക്ലിയർ? പിന്നെ ബീറ്റ എലിമിനേഷൻ റിയാക്ഷനെ കുറിച്ച് പറയുമ്പോൾ നോർമലി ദ മെക്കാനിസം ഇസ് E2. അപ്പൊ നമ്മൾ ഇങ്ങനെ വേണം പഠിക്കാൻ. നോർമലി മെക്കാനിസം ഓഫ് ബീറ്റ എലിമിനേഷൻ ഇസ് E2 എന്ന് പറഞ്ഞാൽ എന്താ? വൺ സ്റ്റെപ്പ് പ്രോസസ് ആണ്. വൺ സ്റ്റെപ്പ് പ്രോസസ് ആണ്. പിന്നെ ഏറ്റവും പ്രധാനമായും നോ ഇന്റർമീഡിയറ്റ്. അപ്പോൾ സാധാരണ ഒരു കാർബോക്കേറ്റയോൺ ഉണ്ടാകുമ്പോൾ ഉണ്ടാവുന്ന റീഅറേഞ്ച്മെന്റ് ഇവിടെ ഉണ്ടാവില്ല, നോർമലി ആയിട്ട്. അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഈവൻ CB ഓർ ഈവൻ ഫോളോഡ് ബൈ ഷിഫ്റ്റ്. അവിടെ ഈവൻ CB വരണമെങ്കിൽ ഒന്നുകിൽ യോ ഹാലജൻ മസ്റ്റ് ബി ഫ്ലൂറിൻ, അല്ലെങ്കിൽ കോമ്പൗണ്ട് ഹാവ് highly minus R groups, അല്ലെങ്കിൽ ഒന്നിതാണ്, രണ്ട്, അല്ലെങ്കിൽ ആൽക്കഹോൾ യൂസ് ടു ഡിസോൾവ് KOHs ടെർട്ട്ബ്യൂട്ടൈൽ. ഈ മൂന്ന് കേസിലും ഈവൻ CB ആയിരിക്കും. ഈവൻ CB മെക്കാനിസം വന്നാൽ മേജർ പ്രോഡക്റ്റ് ലീസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ആയിരിക്കും. ഇനി നമ്മൾ പറയുന്നു, എപ്പോഴാണ് ഈവൻ വരിക? നമ്മളുടെ ഹാലജൻ ആറ്റം ഇതിന്റെ തൊട്ടടുത്തുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് ടെർട്ട്ബ്യൂട്ടൈൽ ആണെങ്കിൽ യു വിൽ ബി ഹാവിങ് ഈവൻ. ഇത് കീം ക്വസ്റ്റ്യൻ ആണ്. എന്താ സംഭവം? അപ്പോൾ അവിടെ ഇന്റർമീഡിയറ്റ് കാർബോക്കേറ്റയോൺ ആവും. അപ്പോൾ മീതാൽ ഷിഫ്റ്റ് നടക്കും. അപ്പോൾ യുവർ ആൻസർ വിൽ ബി എ ഷിഫ്റ്റ് അക്കമ്പനീഡ് ബൈ ഈവൻ മെക്കാനിസം. ഇത് പ്രീവിയസ് ഇയർ കീമാണ്, ഒരു മെക്കാനിസം ആണ് ചോദിച്ചത്. സോ ദ മെക്കാനിസം ഇസ് ഈവൻ ഫോളോഡ് ബൈ ഷിഫ്റ്റ്. ഇസ് ദാറ്റ് ക്ലിയർ? സോ ഇതാണ് നമ്മളുടെ ബീറ്റ എലിമിനേഷൻ റിയാക്ഷന്റെ കാര്യം. സോ ജനറലി ചോദിക്കുകയാണ്, E2 മെക്കാനിസം മാത്രമാണോ ബീറ്റ എലിമിനേഷൻ നടക്കണം? അല്ല, ജനറലി E2 ആണ്, വൺ സ്റ്റെപ്പ് ആണ്, നോ ഇന്റർമീഡിയറ്റ് ആണ്. പക്ഷേ ഇറ്റ് ക്യാൻ ബി ഈവൻ CB. ആസ് ഐ സെഡ്,
ഈവൻ സി ബിയിൽ എന്തൊക്കെയാണ് ഈവൻ സി ബി ആവാനുള്ള കാരണം? ഒന്ന്, നിങ്ങളുടെ ഹാലജൻ ഫ്ലൂറിൻ ആവണം, അല്ലെങ്കിൽ സ്ട്രോങ്ലി ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് ആ മോളിക്യൂളിൽ വരണം, അല്ലെങ്കിൽ നമ്മൾ ഡിസോൾവ് ചെയ്യാൻ ആരെ KOH ഡിസോൾവ് ചെയ്യാൻ ഉപയോഗിച്ച ആൽക്കഹോൾ തേർഡ് ബ്യൂട്ടൈൽ ആവണം. സോ അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് ഈവൻ സി ബി ആവുള്ളൂ. ആ ഈവൻ സി ബി ആയാൽ മേജർ പ്രോഡക്റ്റ് ലീസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ആയിരിക്കും. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞ E1 മെക്കാനിസം ഫോളോഡ് ബൈ ഷിഫ്റ്റ്. സോ ദാറ്റ്സ് അബൌട്ട് ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ഇത് പ്രീവിയസ് ഇയർ ആണ്, എല്ലാം ഞാൻ ഈ ഡിസ്കസ് ചെയ്യുന്നതൊക്കെ പ്രീവിയസ് ഇയർ ആണ്. എന്താ ചോദ്യം? പ്രൊപ്പീൻ when treated with chlorine, നോർമലി ഈ ക്വസ്റ്റ്യൻ വിട്ടേക്ക്, നോർമലി ആണെങ്കിൽ ഈ റിയാക്ഷൻ കണ്ടാൽ എന്ത് തോന്നും? ഒരു ആൽക്കീനിന്റെ സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്? ഒരു ആൽക്കീനിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഇലക്ട്രോഫിലിക് അഡിഷൻ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നോർമൽ കണ്ടീഷനിൽ ഇറ്റ് വിൽ ബി 1,2 ഡൈക്ലോറോ ഡെറിവേറ്റീവ്. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ ഇതല്ല ഇവിടെ എന്ന് പറയുന്നു? ബിക്കോസ് ദ ടെമ്പറേച്ചർ ഇസ് വെരി ഹൈ. ടെമ്പറേച്ചർ വെരി ഹൈ ആയാൽ ഇറ്റ് ഇസ് നോട്ട് അഡീഷൻ. എന്താ കാര്യം? ഹൈ ടെമ്പറേച്ചറിൽ ഫ്രീ റാഡിക്കൽ ആവും ഇന്റർമീഡിയറ്റ്. ഫ്രീ റാഡിക്കൽ ആണെങ്കിൽ ഈ രണ്ട് പൊസിഷൻസും വീനൈൽ പൊസിഷൻസ് ആണ്, ഹൈലി അൺസ്റ്റേബിൾ. അതുകൊണ്ട് നിങ്ങളുടെ ഉത്തരം അലൈൽ പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കും, ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യില്ല. ദിസ് ഇസ് കോൾഡ് അലൈലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. അലൈലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ നമ്മുടെ ഒരു ചോദ്യം വരും, അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും? അലൈൽ ക്ലോറൈഡ്. ഇനി അലൈലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, ഒരു ചെറിയ ഗ്യാപ്പ്, നമ്മളുടെ കരിങ്ങൽ ഗെയിമിംഗ്, പിന്നെ സഫു വേൾഡ്, ഫവാസ് MP സർ, ഓക്കെ ഫൈ. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവണമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞാനിപ്പോൾ കടക്കാൻ പോകുന്നത് അലൈലിക് സബ്സ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ്. അലൈലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എപ്പോഴൊക്കെയാണ്, ഏത് സാഹചര്യത്തിലാണ് ഉണ്ടാകുന്നത്? ഫോർ എക്സാമ്പിൾ, നമ്മൾ പറയുന്നു if it is an alkene, allylic substitution can occur when you have halogenation at very high temperature, or in presence of direct sunlight, or in presence of sulfuryl chloride. thionyl അല്ല കേട്ടോ. സൾഫ്യൂറൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നത് ഒരു അലൈലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഉള്ള റിയേജന്റ് ആണ്. SOCl2 എന്ന് പറഞ്ഞാൽ thionyl ക്ലോറൈഡ് അതല്ല, ഇത് thionyl ക്ലോറൈഡ് ആണ്. അപ്പൊ ഇവിടെ എല്ലായിടത്തും എന്താണ് അലൈലിക് സബ്സ്റ്റിറ്റ്യൂഷൻ? സോ ഫോർ യു ഓൾ ടു റിമെമ്പർ വൺസ് മോർ, അലൈലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഉള്ള സാഹചര്യങ്ങൾ ഹാലജനേഷൻ അറ്റ് ഹൈ ടെമ്പറേച്ചർ, halogenation in presence of UV rays, thionyl chloride in presence of UV rays. അല്ലെങ്കിൽ ഒരു ചോദ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, when treated with NBS. എല്ലാവരും നോക്കുമായിരുന്നു ഈ NBS എന്താണ് NBS? NBS എന്താണെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് ആൻസർ എഴുതാൻ പറ്റുള്ളൂ. NBS എന്ന് പറഞ്ഞാൽ എൻ ബ്രോമോ സക്സിനിമൈഡ് ആണ്. എന്താ സാധനം? ആ എൻ ബ്രോമോ സക്സിനിക് ആസിഡിന്റെ എൻ ബ്രോമോ സക്സിനിമൈഡ്. ആക്ച്വലി അയാൾ ആ ബ്രോമിൻ കൊടുക്കത്തേ ഉള്ളൂ, പക്ഷെ അതറിഞ്ഞൂടെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോ ഇവിടെ ആൻസർ ബ്രോമോ, അലൈൽ ബ്രോമൈഡ് എന്നാണ്. പ്രീവിയസ് ഇയർ ആണ്. അപ്പോ നമ്മൾ അലൈലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഇനി മറക്കരുത്. ഇത്രയും സാഹചര്യങ്ങളിൽ മാത്രമേ നമ്മൾക്ക് അലൈലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ allylic substitution, is it clear about allylic substitution? Okay, Nida, hello Nida. Okay, I think allylic substitution is very clear. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ ഇവിടെ നമ്മൾ പറയുന്ന ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പറയാം. ഇതാണ് സൈക്ലോഹെക്സീൻ. സൈക്ലോഹെക്സീനെ ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക് വെച്ചത്. യുവിറേസ്. നിങ്ങൾ ഏത് ചോയ്സ് ആയിരിക്കും പറയാ? നോക്കട്ടെ, ശ്രദ്ധിക്കുന്നുണ്ടോ നോക്കട്ടെ. A ആണോ, B ആണോ, അതോ C ആണോ, D ആണോ, E ആണോ, F ആണോ? എവിടെയായിരിക്കും ബ്രോമിനേഷൻ നടക്കുക? ഇത് നമ്മൾ പറഞ്ഞു, ദിസ് ഇസ് ആക്ച്വലി എന്താണ് അലൈലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. സോ യുവർ ബോണ്ട് വിൽ നോട്ട് ബ്രേക്ക്. അപ്പോൾ
നിങ്ങളുടെ ഒന്നുകിൽ ഇവിടെ വരും ബ്രോമിൻ, അല്ലെങ്കിൽ ഇവിടെ വരും ബ്രോമിൻ. മനസ്സിലായോ? സോ ബ്രോമിൻ എന്ന് പറയുന്നത് അലൈലിക് പൊസിഷനിലായിരിക്കും വരിക. സോ യുവർ ആൻസർ മസ്റ്റ് ബി either this or on the top. ഓക്കെ ഓക്കെ ശരി. അപ്പോൾ അടുത്ത് നമ്മൾ പറയുന്നത് അടുത്ത ക്വസ്റ്റിനെ കുറിച്ചാണ്. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദിസ് കൺവേർഷൻ അഗെയിൻ. സി, ഒരു കാര്യം ഇതാ കണ്ടില്ലേ, ഈ ചോയ്സിൽ തുടക്കം തന്നെ C7H8 ഐഡന്റിഫൈ വാട്ട് ദ കോമ്പൗണ്ട് മൈറ്റ് ബി. കാരണം 7 കാർബൺ ആറ്റം 8 ഹൈഡ്രജൻ ആറ്റം. സോ പെട്ടെന്ന് നമ്മളുടെ മനസ്സിൽ വരേണ്ടത് അത് ആൽക്കെയിൻ അല്ല, ആൽക്കീൻ അല്ല, ആൽക്കൈൻ അല്ല, പിന്നെ ആരാ? ബെൻസീനോയിഡ് കോമ്പൗണ്ട് ആണ്. അപ്പൊ ബെൻസീനോയിഡ് കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ വരച്ചപ്പോൾ 6 കാർബൺ ആറ്റം ആയല്ലോ, 6 ഹൈഡ്രജൻ ആയല്ലോ. ഞാൻ അവിടെ നിന്ന് ഒരു എച്ച് പോയി, അപ്പൊ 5 കാർബൺ ആറ്റം ഹൈഡ്രജൻ ആയി. അപ്പൊ CH3, അപ്പൊ 7 കാർബൺ ആറ്റം ആയി. 1 2 3 4 5 6 7 8 ഹൈഡ്രജൻ ആയി. സോ യു ഐഡന്റിഫൈഡ് ദാറ്റ് യുവർ ഹൈഡ്രോകാർബൺ ഇസ് ടോലുവീൻ. ശരി, അയാളെ ഞാൻ എക്സസ് ക്ലോറിനേഷൻ നടത്തണം ഇൻ പ്രസൻസ് ഓഫ് ഹീറ്റ്. അപ്പോ എന്താ സംഭവിക്കുക? ശരിക്കും പറഞ്ഞ ആദ്യം അത് ബെൻസിൽ ക്ലോറൈഡ് ആവും, വീണ്ടും അത് ബെൻസാൽ ക്ലോറൈഡ് ആവും, വീണ്ടും അത് ബെൻസോ ട്രൈക്ലോറൈഡ് ആകും. മനസ്സിലായോ? നമുക്ക് ഇങ്ങനെയൊന്നും എഴുതാൻ പറ്റാത്തതുകൊണ്ട് ഐ എം ജസ്റ്റ് അവോയ്ഡിങ് ഓൾ ദീസ് ആൻഡ് ഐ എം കമ്മിങ് ടു ദ ഫൈനൽ ആൻസർ. എന്ത്? ബെൻസോ ട്രൈക്ലോറൈഡ്. ഓക്കെ, ഇത് പ്രീവിയസ് ഇയർ ആണ്. അപ്പൊ നമ്മൾ അതിനകത്ത് എന്തെല്ലാം അറിയണമെന്ന് നോക്കൂ. ഇനി രണ്ടാമത് അയാളെ ബ്രോമിനേറ്റ് ചെയ്യുന്നു ആൻഡ് യു വിൽ ഫൈൻഡ് ദാറ്റ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നു. അപ്പൊ ഈ CCl3 ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ പോയാൽ അയാൾ റിങ്ങിനെ ആക്ടിവേറ്റ് ചെയ്യൂ, ഡീആക്ടിവേറ്റ് ചെയ്യും? ഒബ്വിയസ്ലി അത് ഡീആക്ടിവേറ്റ് ചെയ്യും. പക്ഷെ അതിന് കാരണം എന്താണ്? അത് നമ്മൾ പുതിയൊരു കാര്യമാണ്, നിങ്ങൾക്ക് പലർക്കും അറിയാം. എന്താ? റിവേഴ്സ് ഹൈപ്പർ കോൺജുഗേഷൻ. എന്താണ് റിവേഴ്സ് ഹൈപ്പർ കോൺജുഗേഷൻ? ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് പറയുമ്പോൾ ആ സിഗ്മ ഇലക്ട്രോൺസ് റിങ്ങിലേക്ക് വന്ന് റിങ്ങിന്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂട്ടും. ഇവിടെ നേരെ തിരിച്ചാണ്. എന്തത്? ഇങ്ങനെയായിരിക്കും പോവാ. അപ്പോ നിന്റെ റിങ്ങിലെ ഡെൻസിറ്റി കുറയും, ഓർത്തോപാര പോസിറ്റീവ് ആകും. അപ്പോൾ നമ്മുടെ ഉത്തരം ബ്രോമിനേഷൻ ഓക്കർ ദ മെറ്റാപൊസിഷൻ എന്നാണ്. മനസ്സിലായോ? അപ്പോ CCl3 എന്ന് പറഞ്ഞാൽ ആരാ? ബെൻസോ ട്രൈക്ലോറൈഡ് ആണ്. ബെൻസോ ട്രൈക്ലോറൈഡ് ആണ്. ഇനി എന്താ? അയാൾക്ക് നമ്മൾ റിഡക്ഷന് വിധേയമാക്കുന്നു. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റിമൂവൽ ഓഫ് എ നോൺ മെറ്റൽ, അഡീഷൻ ഓഫ് എ മെറ്റൽ. ഇവിടെ റിമൂവൽ ഓഫ് എ നോൺ മെറ്റൽ ആരാണ്? ക്ലോറിൻ പോയി. അഡീഷൻ ഓഫ് എ മെറ്റൽ ആരാണ്? ഹൈഡ്രജൻ വന്നു. അപ്പൊ നിങ്ങളുടെ ആൻസർ എന്താണ്? മെറ്റാബ്രോമോട്ടോളുവീൻ. നമുക്ക് ഇനി നോക്കാം നമ്മുടെ ചോയ്സിലുണ്ടോ. യെസ്, ദ ഫസ്റ്റ് ചോയ്സ് ഇസ് മെറ്റാബ്രോമോട്ടോളുവീൻ. മനസ്സിലായോ? ഫാത്തിമ, മിൻഷ, സാനിഹ, ഗോപിക, അസ്മിൽ, നസ്രീൻ, റസീന. Hope you're listening and understanding what I'm talking about. അല്ലേ? അപ്പോൾ ഇത് മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ പുതുതായി വന്ന നമ്മൾ ഒരു പുതിയ കാര്യം എന്താണ്? റിവേഴ്സ് ഹൈപ്പർ കോൺജുഗേഷൻ. ചിലർക്ക് ഇത് കേട്ടിട്ടുണ്ടാവില്ല, എന്നാലും ഇത് സിമ്പിൾ ആണ്. റിവേഴ്സ് ഹൈപ്പർ കോൺജുഗേഷൻ കൊണ്ടാണ് ഇവിടെ റിംഗ് ഡീആക്ടിവേഷൻ നടന്നത്. അതുകൊണ്ടാണ് മെറ്റാപൊസിഷനിൽ അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നത്. ഓക്കെ, കാരണം അങ്ങനെ പറയാൻ കാരണം ഒരു ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ ക്ലോറിൻ ആണെങ്കിൽ ഓർത്തോപാരയാണ് കിട്ടേണ്ടത്. അപ്പൊ 3 ക്ലോറിൻ വന്നാൽ അത് ആൻസർ ഡിഫറെന്റ് ആണ് എന്ന് പറയണം. അതാണ് നമ്മുടെ പ്രീവിയസ് ഇയർ നല്ലൊരു ക്വസ്റ്റൻ ആണ്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചാൽ നല്ലൊരു ക്വസ്റ്റൻ ആണ്. ഓക്കെ ഓക്കെ അപ്പോൾ ഐ തിങ്ക് ഐ ഹവ് കംപ്ലീറ്റഡ് ദ 11th ക്വസ്റ്റ്യൻ ഓഫ് ദിസ് ചാപ്റ്റർ. ഇനി വീണ്ടും നമ്മൾ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി പറയാം. ഇത് വളരെ കോൺട്രഡിക്ടറി ഒന്നും അല്ല എങ്കിലും നമ്മൾ ജനറലി പറയുന്ന കാര്യം. നമ്മൾ ആദ്യം എന്താ പറഞ്ഞത്? ഒരു കോമ്പൗണ്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആവണമെങ്കിൽ അതിൽ കൈറൽ കാർബൺ ആറ്റം വേണമെന്നാണ്. ഈ കൈറൽ കാർബൺ ആറ്റം ഇല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കാൻ പറ്റുമോ? യെസ്, ഓഫ് കോഴ്സ്. കാരണം ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിയുടെ അടിസ്ഥാനപരമായ ക്യാരക്ടർ എന്ന് പറയുന്നത് ദ മോളിക്യൂൾ മസ്റ്റ് ബി ഡിസിമെട്രിക്കൽ. എന്താ അത്? ഒരു മോളിക്യൂൾ ഡിസിമെട്രിക്കൽ ആകണമെങ്കിൽ ആ മോളിക്യൂളിന് എലമെന്റ്സ് ഓഫ് സിമെട്രി ഉണ്ടായിരിക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ എന്താ? പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടായിരിക്കാൻ പാടില്ല,
സെന്റർ ഓഫ് സിമെട്രി ഉണ്ടായിരിക്കാൻ പാടില്ല, ആക്സിസ് ഓഫ് സിമെട്രി ഉണ്ടായിരിക്കാൻ പാടില്ല. ഇനി ഇവിടേക്ക് വരാം. ഇതിൽ ദി ആൻസർ ഇസ് ബി. എന്താ കാരണം? ഞാൻ ഇങ്ങനെ ഒരു വര വരയ്ക്കുന്നു കേട്ടോ. ഇങ്ങനെ വരച്ചിട്ട് ഞാൻ പറയണു അപ്പറും ലോവർ ലോബും സെയിം ഹാഫ്സ് ആണോ? ഞാൻ ഈ മോളിക്യൂൾ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുന്നു. അപ്പൊ എന്താവും? ആ മോളിക്യൂൾ ഈ ഒരു വര ഇല്ല കേട്ടോ, അത് ഞാൻ ഒഴിവാക്കുകയാണ്. ഞാൻ ആ മോളിക്യൂളിനെ 180 ഡിഗ്രി ഞാൻ കറക്കുകയാണ്. അപ്പോൾ യു ആർ ഗെറ്റിംഗ് എ സിസ്റ്റം ലൈക്ക് ദിസ്. ബി ആർ ഇവിടെ തന്നെ, ഐ ഇവിടെ തന്നെ, ഞാൻ ഇവനെയാണ് കറക്കുന്നത്. ദാറ്റ് ഇസ് ദ സെക്കൻഡ് ബെൻസീൻ റിങ്ങിനെയാണ് ഞാൻ കറക്കുന്നത്. ഓക്കെ, അപ്പോ എന്തായി? ഐ ഇവിടെ വന്നു, ഇവിടെ ബി ആർ വന്നു. ഇനി ഞാൻ വീണ്ടും പറയണം, നിങ്ങൾ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കൂ. ഇത് രണ്ട് തുല്യ ഭാഗങ്ങളാണോ? അല്ല. അപ്പൊ അവന് പ്ലെയിൻ ഓഫ് സിമെട്രി ഇല്ല. ഇങ്ങനെ ഒരു വര വരയ്ക്കൂ. രണ്ട് ഈക്വൽ ഹാഫ്സ് കിട്ടിയോ? ഇല്ല. സോ ദിസ് മോളിക്യൂൾ ഇസ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് ഹാവിങ് എനി എലമെന്റ്സ് ഓഫ് സിമെട്രി. ആ മോളിക്യൂൾ ഡിസിമെട്രിക്കലാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത്, ഒരു മോളിക്യൂളിൽ കൈറൽ കാർബൺ ആറ്റം ഇല്ലെങ്കിലും അത് ഡിസിമെട്രിക്കൽ ആണ് എങ്കിൽ അത് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കും. അതിനൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആണിത്. ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. ഇത് പ്രീവിയസ് ഇയർ ആണ്. അവിടെ നമ്മൾ പറയുന്നത് ഇതൊരു മോളിക്യൂളാണ്. സോ ആക്ച്വലി ദ കണ്ടീഷൻ ബേസിക്കലി ഫോർ ബൈഫീനൈൽസ് ടു എക്സിബിറ്റ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഇങ്ങനെയാണ്. യു ഗോട്ട് മീ? അപ്പൊ ഞാൻ ഈ പറഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ഞാനൊന്ന് പറഞ്ഞുതരാം. എന്താ? ഈ എയും ബിയും സിക്കും പകരം ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഇതാണ്. നമ്മൾ കുറച്ച് നേരത്തെ ഡിസ്കസ് ചെയ്ത ഇതേ ക്വസ്റ്റ്യൻ അതേ കണ്ടീഷൻ അല്ലേ സാറ്റിസ്ഫൈ ചെയ്യുക? അല്ലേ? നോക്കൂ, ഇവിടെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇത് എ, ഇത് ബി, ഇത് എ, ഇത് ബി. സോ ലൈൻസ് ഡ്രോൺ cannot divide it into two equal halves. So this molecule can show optical activity. And the name of this compound എന്തായിരിക്കും? 6,6- dinitro. ബൈഫീനിക് ആസിഡ്. അപ്പൊ ഈ മോളിക്യൂൾ, നമ്മൾ നേരത്തെ വരച്ച മോളിക്യൂൾസ് എല്ലാം ഒരു സ്പെഷ്യൽ പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. ആ പാറ്റേണിലൂടെ ഇറ്റ് അറ്റൈൻസ് molecular dissymmetry and is responsible for the optical activity of the compound. ഓക്കെ, ഇനി ഞാൻ ചോദിക്കട്ടെ, ഒരു കോമ്പൗണ്ടിൽ കൈറൽ കാർബൺ ആറ്റം ഉണ്ട് പക്ഷെ ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ല, അങ്ങനെ സാധ്യതയുണ്ടോ? യെസ്, ഓഫ് കോഴ്സ്. നമ്മളിപ്പോൾ പറയുന്നു ടാർട്ടാറിക് ആസിഡ്. ഇത് കൈറൽ കാർബൺ ആറ്റമാണ്, ഇത് കൈറൽ കാർബൺ ആറ്റമാണ്. അതേപോലെ ഇതും കൈറൽ കാർബൺ ആറ്റമാണ്. ഇത് പക്ഷേ അയാൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ല. എന്താ കാര്യം? ഇങ്ങനൊരു വര വരച്ചാൽ യു ഗെറ്റിംഗ് ടു ഈക്വൽ ഹാഫ്സ്. അപ്പോൾ അവന് മോളിക്യുലർ സിമെട്രി ഉണ്ട്, അപ്പോൾ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ കൈറൽ കാർബൺ ആറ്റം ഉണ്ട്, മോളിക്യുലർ സിമെട്രി കൊണ്ട് അവൻ ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ലെങ്കിൽ യു കോൾ ഇറ്റ് എസ് എ മീസോ കോമ്പൗണ്ട്. അപ്പോൾ ഇയാളുടെ പേരെന്താ? മീസോ ടാർട്ടാറിക് ആസിഡ്. എന്താണ്? മീസോ ടാർട്ടാറിക് ആസിഡ്. അപ്പോൾ സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഐ എം ട്രൈങ് ടു ടോക്ക് അബൌട്ട് ദ 13th ക്വസ്റ്റ്യൻ. ഇപ്പോ നമ്മളുടെ ഒരു മോളിക്യൂളാണ് ഇത്. നമുക്കറിയാം ഈ രണ്ട് ഗ്രൂപ്പ്സും ഏതാണ്? CS3 ആണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, CS3 ഗ്രൂപ്പ് പ്ലസ് ആർ ഗ്രൂപ്പാണോ അതോ മൈനസ് ആർ ഗ്രൂപ്പാണോ? രണ്ടുമല്ല. ആക്ടിവേറ്റിംഗ് ആണോ ഡീആക്ടിവേറ്റിംഗ് ആണോ? ആക്ടിവേറ്റിംഗ് ആണ്. പക്ഷെ പ്ലസ് ആർ അല്ല, പക്ഷെ ആക്ടിവേറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു ചാൻസ് ഉള്ളത് എന്താണ്? ഹൈപ്പർ കോൺജുഗേഷൻ. അപ്പോ ഇവിടെ CS3 ഗ്രൂപ്പ് ആക്ടിവേറ്റ്സ് ദ റിംഗ് ഡ്യൂ ടു ഹൈപ്പർ കോൺജുഗേഷൻ. ഇഷാൽ, ഷന, ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ പറയുന്നത് CS3 ആക്ടിവേറ്റ്സ് റിംഗ് ഡ്യൂ ടു ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് പറയുമ്പോൾ, അങ്ങനെ ഒരു സിസ്റ്റത്തിൽ രണ്ട് ഹൈപ്പർ കോൺജുഗേഷൻസ് വന്നാൽ യു മസ്റ്റ് പ്രിഫർ ദ പാര ഓഫ് ബോത്ത് ദ ഗ്രൂപ്പ്സ്. അപ്പൊ നമുക്കിപ്പോൾ ഇവിടെ പറയാം
ഈ പറയുന്ന ഫസ്റ്റിലെ CS3 ഗ്രൂപ്പ് എന്ന് ഞാൻ കൺസിഡർ ചെയ്ത ഇയാളുടെ പാരാ പൊസിഷൻ ഇതല്ലേ? യെസ് 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 യെസ്, പാരാ ടു ദിസ്. ഇനി ഇയാളുടെ പാര ഏതാണ്? ദിസ്. സോ ദാറ്റ് മീൻസ് ഐ എം സെയിങ് ദാറ്റ് ഇവിടെ ബ്രോമിനേഷൻ നടന്നാൽ, ഐ തിങ്ക് ഇറ്റ് വാസ് ബ്രോമിനേഷൻ അല്ലേ? യെസ് യെസ് യെസ്, ബ്രോമിനേഷൻ നടന്നാൽ നിങ്ങൾക്ക് രണ്ട് സാധ്യതകളാണ് ഉള്ളത്. ഒന്ന്, ഇയാളുടെ പാര BR ഇവിടെ കൊടുക്കുക. രണ്ട്, ഈ CS3ന്റെ നെക്സ്റ്റ് CS3ന്റെ പാര. ദാറ്റ് വിൽ ബി ലൈക്ക് ദിസ്. സോ നമുക്ക് ഇനി സെർച്ച് ചെയ്യേണ്ടത് ഇത് രണ്ടുമാണ്. CS3യുടെ പാര ഓക്കെ ഉണ്ട്, അടുത്ത CS3യുടെ പാര. സോ ദി ആൻസർ ഇസ് സി. ഒന്ന്, ഈ CS3യുടെ പാരയാണിത്, ഈ CS3യുടെ പാരയാണിത്. സോ യു പ്രിഫേർഡ് ദ പാര ഓഫ് ബോത്ത് ദ CS3 ഗ്രൂപ്പ്സ്. സോ നിങ്ങളുടെ ആൻസർ സി ആണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ ഒരു സിസ്റ്റത്തിനകത്ത് 2+R വന്നാൽ, ഞാനിത് ക്ലാസ്സിൽ പറയാറുള്ളതാണ്, ഒരു സിസ്റ്റത്തിനകത്ത് ഒരേ ബെൻസീൻ റിങ്ങിനകത്ത് 2+R വന്നാൽ പ്രിഫർ പാര ഓഫ് മോർ പ്ലസ് ആർ അല്ലേ? അല്ലേ? ഇപ്പൊ 2 പേരുണ്ട്, എൻ്റെ 2 ഫ്രണ്ട്സ് ആണ്. ഒരാൾ എനിക്ക് 10 രൂപ വരും, ഒരാൾ എനിക്ക് 1000 രൂപ വരും. അപ്പൊ ഐ ലൈക്ക് ദ 1000 രൂപ ഫെല്ലോ, കാരണം അയാൾ കൂടുതൽ തരുന്നു. അപ്പൊ അതുപോലെയാണ് 2+R വന്നാൽ ഗിവ് പ്രിഫറൻസ് ടു ദ പാര ഓഫ് മോർ പ്ലസ് ആർ. കണ്ടീഷൻ നമ്പർ 2, എൻ്റെ ഒരു +R-ഉം ഒരു -R-ഉം ഉണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് വീണ്ടും 2 ഫ്രണ്ട്സ് ഉണ്ട്. അതിൽ ഒരാൾ എനിക്ക് 100 രൂപ തരും, ഒരാൾ എൻ്റെ 50 രൂപ കടം ചോദിക്കും. ഐ ലൈക്ക് തരുന്നവൻ. അപ്പൊ ഒരു +R ഒരു -R വന്നാൽ പ്രിഫർ പാര ഓഫ് +R. അപ്പൊ ഒരു സാധ്യത കൂടെ ഇല്ലേ? എന്താ? 2 -R വന്നാലോ എന്ന് പറഞ്ഞാൽ എന്താ? 2 -R വന്നാലോ എനിക്ക് 2 ഫ്രണ്ട്സ് വീണ്ടും ഉണ്ട്. അതിൽ ഒരാൾ എൻ്റെ അടുത്ത് 100 രൂപ ചോദിക്കുന്നു, ഒരാൾ എൻ്റെ അടുത്ത് 16 രൂപ ചോദിക്കുന്നു. ഐ ലൈക്ക് ദ 100 രൂപക്കാരൻ, 100 കൊടുത്ത പോലെ. അപ്പോ അങ്ങനെ വന്നാൽ പ്രിഫർ മെറ്റ ഓഫ് ലെസ് -R. ലെസ് -R. ഓക്കെ, ശരി. അപ്പൊ അത് ഓക്കെ ആണല്ലോ. അതിനൊരു ക്വസ്റ്റ്യൻ എക്സാമ്പിൾ പറയണോ? ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞേക്കാം. ഇപ്പൊ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നത്. അത് പ്രീവിയസ് ഇയർ JEE ആണ്. ചോദ്യം ഇങ്ങനെയായിരുന്നു. ഇയാളെ നമ്മൾ ബ്രോമിനേറ്റ് ചെയ്യുന്നു. എവിടെയാണ് ബ്രോമിൻ വരാൻ സാധ്യത? അപ്പൊ നമ്മൾ നോക്കണം, എന്താ? ഇയാൾ ഹാസ് എ ലോൺ പെയർ, അതുകൊണ്ട് +R. ഇത് കാർബൺ ആണ്, അവന്റെ ഇലക്ട്രോൺ ഓക്സിജൻ വലിക്കൂലേ, അപ്പൊ ഇത് -R. അപ്പൊ ഞാൻ എന്താ പറഞ്ഞേ? +R-ഉം മൈനസ്. സാധാരണ നമ്മൾ ഈ ക്വസ്റ്റ്യൻ കണ്ട ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് വളരെ സിമ്പിൾ ആണ്. ഇത് ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മുടെ മനസ്സിൽ ഈ സാധനം വരണം. എന്താ? +R-ഉം -R വന്നാൽ +R-ന്റെ പാര. ഓക്കെ, ശരി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? NH-നെ നമ്മൾ പ്രിഫർ ചെയ്യുന്നു, ബിക്കോസ് ഇറ്റ് ഇസ് +R. CO-നെ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല, കാരണം അവൻ -R. അപ്പോൾ ഇയാളുടെ പാര ഇതല്ലേ? സോ യുവർ ആൻസർ വിൽ ബി ദിസ്. മനസ്സിലായോ? ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ തിരിച്ച് ആദ്യം പറഞ്ഞ SNAR റിയാക്ഷൻസിലേക്ക് പോവാണ്. SNAR റിയാക്ഷൻസിൽ നമ്മൾ പറഞ്ഞു, SNAR റിയാക്ഷൻ നോർമലി ഫീസിബിൾ അല്ല, കാരണം ഈ ബോണ്ട് ലെസ് പോളാർ ആണ്, ഈ ബോണ്ട് സ്ട്രോങ് ആണ്, ഈ ബോണ്ട് റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. ഇനി ഈ ആൾക്ക് നമ്മൾ നിർബന്ധമാണ് SNAR നടത്തിയേ പറ്റൂ. ആയിക്കോ, നിങ്ങൾ NaOH എടുത്ത് ചേർത്താൽ ഒന്നും സംഭവിക്കൂല. പക്ഷേ ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കൊടുത്താൽ റിയാക്ഷൻ നടക്കും. ഈ റിയാക്ഷന്റെ പേര് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും ഒന്ന് കമന്റ് ചെയ്തേ. ഈ റിയാക്ഷന്റെ പേരെന്താണ്? നിങ്ങൾക്ക് ഇവിടെ സോഡിയം ഫീനോക്സൈഡ് കിട്ടും. ആ സോഡിയം ഫീനോക്സൈഡ് കിട്ടുമെങ്കിൽ ഈ റിയാക്ഷന്റെ പേരെന്താണ്? ഒന്ന് പറയാമോ? നോക്കട്ടെ. ഇത് SNAR റിയാക്ഷൻ ആണ്. ഈ റിയാക്ഷന്റെ പേര് യെസ്, വെരി ഗുഡ്. ആരാണ്? അല്ലുകുട്ടി സെഡ് ദാറ്റ് ഇറ്റ് ഇസ് ഡൗസ് പ്രോസസ്. വെരി ഗുഡ്, ഇറ്റ്സ് ഡൗസ് പ്രോസസ്. അപ്പോ ഡൗസ് പ്രോസസ് എന്ന് പറയുന്നത് SNAR ആണ്. ആൻഡ് ഡൗസ് പ്രോസസ് എന്ന് പറയുന്നത് SNAR റിയാക്ഷനിൽ കാർബൺ ഹാലജൻ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കും. അത് ലെസ് പോളാർ ആയതുകൊണ്ടും ബോണ്ട് ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ടും അതിന് റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ ഉള്ളത് കൊണ്ടുമാണ് അവിടെ അത് ബുദ്ധിമുട്ടായിട്ട് വന്നത്, ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കൊടുക്കേണ്ടി വന്നത്.
ശിവാനി ഞാൻ കണ്ടു, ഡൗസ് പ്രോസസ് ആണ് ശരിയായ ഉത്തരം. അപ്പോ ഞാൻ പറയുന്നു ആ ബോണ്ടിനെ വീക്കൻ ചെയ്യാൻ, കാരണം നമ്മൾ ഇൻഡസ്ട്രിയൽ പേർപ്പസിൽ നമ്മൾ ഡൗസ് പ്രോസസ് നടക്കുമ്പോൾ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കൊടുക്കുന്നത് ഭയങ്കര നഷ്ടമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊരു -I ഗ്രൂപ്പ് കൊടുക്കുക. അപ്പൊ എന്ത് സംഭവിക്കും, ഇവൻ ഇലക്ട്രോണിനെ വലിക്കുമ്പോൾ ആ വലിക്കുന്ന എഫക്റ്റ് ഇവിടെയും എത്തും. അപ്പൊ ഈ ബോണ്ട് ഒന്ന് വീക്ക് ആവും. അപ്പൊ അത് വേഗം പെട്ടു. അപ്പൊ പ്രസൻസ് ഓഫ് NO2 അല്ലെങ്കിൽ പ്രസൻസ് ഓഫ് an electron withdrawing group, അതാണ് NO2, enhances SNAR reaction. ഷഹീൽ ഞാൻ കണ്ടു, ഷഹീൽ ആദി, വെരി ഗുഡ്. ഓക്കെ, അപ്പോ നമ്മൾ പറയുന്നു ഇതിനൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് നമ്മൾ പറയാണ്, എൻ്റെ 2,4,6 ട്രൈനൈട്രോ ക്ലോറോബെൻസീൻ ഉണ്ട്. അവനെ നമ്മൾക്ക് NaOH ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വേണ്ട, കാറ്റലിസ്റ്റ് വേണ്ട, ജസ്റ്റ് ഒന്ന് വാം ചെയ്താൽ മതി. സോ ആക്ച്വലി ദാറ്റ് ഡയറക്ട്ലി ഗെറ്റ്സ് കൺവേർട്ടഡ് ടു പിക്രിക് ആസിഡ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? സിസ്റ്റത്തിൽ 3 ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് വന്നു. അപ്പൊ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, SNAR റിയാക്ഷൻസ് എന്ന് പറയുന്നത് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രസൻസ് ഓഫ്, പറയാമോ പ്രസൻസ് ഓഫ് -I group or presence of -I groups, അല്ലെങ്കിൽ electron withdrawing groups, and this is retarded by the presence of +I groups അല്ലെ electron donating groups. മനസ്സിലായോ? സോ SNAR റിയാക്ഷൻസിന്റെ കഥ അതാണ്, സിംപ്ലി ദാറ്റ്. സോ നമ്മുടെ ഇതിന്റെ ആൻസർ എന്താ? കാരണം NO2ഉം Clഉം ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ്. പക്ഷേ ബെറ്റർ ആരാണ്? എന്താണ് ഈ പറയുന്ന CS3 അല്ല ഉത്തരം, കാരണം അത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണ്. OCS3 അല്ല ഉത്തരം, അത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണ്. ഇവിടെ ഡിയിലൊന്നും ഇല്ല. സോ യുവർ ആൻസർ ഇസ് A because it is a electron withdrawing group, NO2 group present which enhances SNAR reactions. Clear അല്ലേ? Okay. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇതും നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യമാണ്. ഒരു ബെൻസീൻ റിങ്ങിൽ ഒരു ഹാലജൻ അറ്റാച്ച് ചെയ്താൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇത് നമ്മുടെ കീം ക്വസ്റ്റ്യൻ ആണ്. ഒരു ബെൻസീൻ റിങ്ങിൽ ഒരു മിനിറ്റ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് -I ഗ്രൂപ്പ് തന്നെയാണ്. അപ്പോൾ അത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് എന്ന് പറയാം. +I ഗ്രൂപ്പിന് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറയാം. ദർ ഇസ് നോ മിസ്റ്റേക്ക് ഇൻ ദാറ്റ്. അപ്പോൾ നമ്മൾ പറയുന്നത് ഒരു ക്ലോറോബെൻസീൻ എന്ന് പറയുന്ന മോളിക്യൂൾ അല്ലെങ്കിൽ ബ്രോമോബെൻസീൻ എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ഏതായിരുന്നാലും വി സേ ദാറ്റ് ആ പറയുന്ന ഹാലജൻ ആറ്റം എന്താണ് ആ റിങ്ങിലേക്ക് ചെയ്യുന്നത്? ടുവേർഡ്സ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് പറയുന്നത്. ഹാലജൻ ആറ്റം അറ്റാച്ച് ടു ദ റിംഗ് ഡീആക്ടിവേറ്റ്സ് ദ റിംഗ്. എന്ത് സാറേ, അപ്പൊ ലോൺ പെയർ ഉണ്ടെങ്കിൽ അതെങ്ങനെ ഡീആക്ടിവേറ്റ് ചെയ്യും? കാരണം ഡീആക്ടിവേറ്റ് ചെയ്യും എന്ന് പറയാൻ കാരണം എന്താ? അത് ഹൈലി ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ്. അപ്പൊ ഡീആക്ടിവേറ്റിംഗ് ആണ് എന്ന് പറയാൻ കാരണം the -I effect is greater than the +R effect. അപ്പോൾ അയാൾക്ക് +R ഉണ്ട്, -I ഉണ്ട്, പക്ഷെ -I ഗ്രേറ്റർ ആണ്. അതുകൊണ്ടാണ് അയാൾ ഡീആക്ടിവേറ്റിംഗ് ആയത്. പിന്നെ ആ ഹാലജൻ ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റിംഗ് ആണ്. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട കാര്യം. ഇപ്പോൾ അങ്ങനെ ഒരു ബെൻസീൻ റിങ്ങും ഒരു ക്ലോറോബെൻസീനും എടുത്താൽ മോർ റിയാക്റ്റീവ് ടുവേർഡ്സ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ബെൻസീനാണ്. കാരണം ഇയാൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ്, ഡീആക്ടിവേറ്റിംഗ് ആണ്. അപ്പൊ അയാൾക്ക് ബെൻസീനേക്കാൾ കുറഞ്ഞ അവസ്ഥയിൽ മാത്രമേ റിംഗ് സബ്സ്റ്റിറ്റ്യൂഷന് വിധേയമാകാൻ പറ്റൂ. ഇനി നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ പറയുന്ന ടൊളുവീനെ നമ്മൾ ക്ലോറിനേറ്റ് ചെയ്യുന്നു. ഈ ടൊളുവീനെ ക്ലോറിനേറ്റ് ചെയ്യുമ്പോൾ FeCl3 ആണെങ്കിൽ, എന്താ അവിടെ റിംഗ് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കും. അങ്ങനെ റിംഗ് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുമ്പോൾ എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ CS3 ആരാണ്? ഹൈപ്പർ കോൺജുഗേറ്റിംഗ് ആണ്. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു
ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ പറയും അത് നമ്മൾ ക്ലോറിനേറ്റ് ചെയ്താൽ you will get the chlorine attached at the ortho and para positions. So ഒരു ആൻസർ കിട്ടി. You will get ortho and para chlorotoluene. ഇനി എന്താ പറയണത്? And reaction in presence of sunlight. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു കുറച്ച് മുമ്പ്. ടൊളുവീനെ നമ്മൾ സൺലൈറ്റിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്താൽ നമ്മൾക്ക് എന്ത് കിട്ടും എന്ന് പറഞ്ഞു? ട്രൈക്ലോറോമീഥേൻ. ട്രൈക്ലോറോമീഥൈൽ ബെൻസീൻ, CCl3. അതാണ് നമ്മൾ ബെൻസാൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞത്. സോ ഓർത്തോ ആൻഡ് പാരാ ക്ലോറോടൊളുവീൻ കിട്ടി. ഈ Y എന്ന് പറയുന്നത് ട്രൈക്ലോറോ മീഥൈൽ ബെൻസീൻ കിട്ടിയെങ്കിൽ യുവർ ആൻസർ സി അല്ലേ? അപ്പൊ ആദ്യത്തെ റിയാക്ഷൻ ഏത്? ഇത്. ആദ്യത്തെ റിയാക്ഷൻ ഇതെന്ന് പറയുന്നത് എന്താണ്? റിംഗ് സബ്സ്റ്റിറ്റ്യൂഷനും. ഇതെന്ന് പറയുന്നത് എന്താണ്? ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷനും. അപ്പൊ ഇത് റിംഗ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇത് ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. എങ്ങനെ മനസ്സിലായി? ഇവിടെ നമ്മൾ പറയുന്ന എന്ത്? ക്ലോറിൻ UV റേസ് ആയതുകൊണ്ടാണ് അവിടെ ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ വന്നത്. ഇവിടെ ഡാർക്ക് കണ്ടീഷൻ ആണ്, അപ്പൊ അവിടെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനേ വരുള്ളൂ. ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ. മുഹമ്മദ് റാസി, ഹായ് മുഹമ്മദ് റാസി. So we are going to the next question. വീണ്ടും നമ്മൾ SN1 റിയാക്ഷൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ SN1 റിയാക്ഷൻസിൽ നമ്മൾ പറഞ്ഞു ഇന്റർമീഡിയറ്റ് കാർബോക്കേറ്റോൺ. ഫോർ ഓൾ ഓഫ് യു ദ ഇൻഫർമേഷൻ ഇസ് ദാറ്റ് ആദ്യം നമ്മൾ ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺസ് അറിഞ്ഞിരിക്കണം. കാരണം SN1 റിയാക്ഷനോട് ഏറ്റവും കൂടുതൽ റിയാക്റ്റീവ് ആകുന്നത് മോസ്റ്റ് സ്റ്റേബിൾ കാർബോകാറ്റയോൺ തരുന്നതാണ്. എങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാർബോകാറ്റയോൺസിൽ മോസ്റ്റ് സ്റ്റേബിൾ ആര്? ഇറ്റ് ഇസ് ട്രൈഫീനൈൽ കാർബോകാറ്റയോൺ. പിന്നെ ആര് വരും? ഡൈഫീനൈൽ കാർബോകാറ്റയോൺ. എന്നിട്ടാര് വരും? ടെർഷ്യറി വരും. അതൊരു കോൺട്രഡിക്ഷൻ ആണ്. മനസ്സിലായില്ലേ? ആൻഡ് ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ട് അലൈൽ വരും, പിന്നെ ബെൻസൈൽ വരും, പിന്നെ ആര് വരും? സെക്കൻഡറി, പ്രൈമറി, അങ്ങനെ പോകുന്നു. അപ്പൊ നമുക്ക് ഇനി ഇവിടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. The one is most reactive towards SN1 reaction. അതില് നമ്മൾ ആദ്യത്തെ നോക്കിയാൽ ഡൈഫീനൈൽ ആണ്, രണ്ടാമത്തെ നോക്കിയാൽ ഫീനൈൽ ടെർഷ്യറി ആണ്, മൂന്നാമത്തെ നോക്കിയാൽ ഡൈഫീനൈൽ ടെർഷ്യറി ആണ്. സോ ദി ആൻസർ ഇസ് ഡൈഫീനൈൽ ടെർഷ്യറി. കാരണം എന്തുകൊണ്ട്? എയും സിയും ഡൈഫീനൈലാണ്, പക്ഷെ സി ഡൈഫീനൈൽ ടെർഷ്യറിയാണ്. നോക്കൂ, ഇവരെ കാർബോകാറ്റയോൺ ഞാനൊന്ന് വരയ്ക്കട്ടെ. എ എന്ന് പറയുന്നത് എന്റെ കാർബോകാറ്റയോൺ, C6H5CH കാർബോകാറ്റയോൺ. പക്ഷെ ഇയാളെ വരയ്ക്കുമ്പോൾ CH3 ഇവിടെ വരും, 2 C6H5 ഇവിടെ വരും. അപ്പൊ ഇയാളല്ലേ മോർ സ്റ്റേബിൾ ആവേണ്ടത്? യെസ് അല്ലേ? യെസ്. ഇനി we'll go to the next question. I think that's the last question we are going to discuss. അപ്പൊ ചോദ്യം ഇതാണ്: ബെൻസീൻ റിയാക്ട്സ് വിത്ത് മീഥൈൽ ക്ലോറൈഡ് ഇൻ പ്രസൻസ് ഓഫ് അൻഹൈഡ്രസ് അലൂമിനിയം. എല്ലാവർക്കും അറിയാം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബെൻസീനിനെ മീഥൈൽ ക്ലോറൈഡുമായി റിയാക്ട് ചെയ്താൽ ഇൻ പ്രസൻസ് ഓഫ് അൻഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് നമുക്ക് എന്ത് കിട്ടും? ആദ്യം ഞാൻ ഒന്ന് കേൾക്കട്ടെ, ഇതിൽ ഈ റിയാക്ഷന്റെ പേര് എല്ലാവർക്കും അറിയാം. ഒന്ന് കമന്റ് ചെയ്തേ. അപർണ വിജയൻ ഇപ്പൊ വന്നതേ ഉള്ളൂ, ഒന്ന് കമന്റ് ചെയ്തേ. ഹലോ ശ്രീലാൽ സർ, ഹായ്. മുഹമ്മദ് റാഫി, നിങ്ങൾക്കൊന്ന് കമന്റ് ചെയ്യാം. ഈ റിയാക്ഷന്റെ പേര് നോക്കട്ടെ. ഐ ജസ്റ്റ് വെയിറ്റ് ഫോർ യുവർ റെസ്പോൺസ്. ഒന്ന് നോക്കാം. ആരും മിണ്ടുന്നില്ല. ഞാൻ പറയട്ടെ. Okay, so your answer is Fidelcraft's alkylation reaction ആണ്. Yes. Fidelcraft's alkylation reaction ആണ്. ആൻഡ് ഇതേ സാഹചര്യത്തിൽ നമ്മൾ മീഥൈൽ ക്ലോറൈഡിന് പകരം അസറ്റൈൽ ക്ലോറൈഡ് ആണ് എടുത്തതെങ്കിൽ യെസ് ഷഹീൽ ഹാദി, വെരി ഗുഡ്, ഇറ്റ് ഇസ് Fidelcraft's acylation reaction ആയി മാറും. ഞാൻ ഇനി ഒരു സെഷൻ കൂടെയുണ്ട്. അപ്പം ഞാൻ ഇതിപ്പോൾ കുറച്ച് സിമ്പിളായിട്ടുള്ള നമ്മൾ കേട്ട് പഴകിയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സംസാരിച്ചത്.
ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അടുത്ത സെഷനിൽ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇത് പ്രിപ്പയർഡ് ആയിട്ടിരിക്കേണ്ടതിനെ കുറിച്ച് ഞാനൊന്ന് സംസാരിക്കാം. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിനെ ആദ്യം നമുക്ക് എന്ത് പറയാം, ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ കുറച്ചുകൂടെ പോളി ഹാലോ ഡെറിവേറ്റീവ്സിന് എംഫസിസ് കൊടുക്കും. ഈ പോളി ഹാലോ ഡെറിവേറ്റീവ്സ് ആരൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന് കാർബൺ ടെട്രാക്ലോറൈഡ്, പിന്നെ ക്ലോറോഫോം, പിന്നെ അയഡോഫോം. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ അവരുടെ, ഫോർ എക്സാമ്പിൾ കാർബൺ ടെട്രാക്ലോറൈഡ് എന്തിനാണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ഫയർ എക്സ്റ്റിംഗ്വിഷർ അണ്ടർ ദ നെയിം പൈറീൻ. ഓക്കെ. രണ്ട്, കാർബൺ ടെട്രാക്ലോറൈഡ് വീണ്ടും ഉപയോഗമുണ്ടോ? ആണ്. ഇറ്റ് വാസ് യൂസ്ഡ് ആസ് എ ആന്റി ഹെൽമിന്ത്, ആന്റി പാരസൈറ്റിക് ഡ്രഗ് ആയിട്ട് മുമ്പ് ഉപയോഗിച്ചിരുന്നു. പിന്നെയോ കാർബൺ ടെട്രാക്ലോറൈഡ് വാസ് യൂസ്ഡ് ടു മേക്ക് ഫ്രിയോൺസ്, CFCs, റെഫ്രിജറന്റ്. അതേപോലെ ക്ലോറോഫോം എന്തിനുപയോഗിക്കുന്നു? അയഡോഫോം ടെസ്റ്റ് എന്നാൽ എന്താണ്? അതുപോലെ ജെമിനാലും വിസിനാലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ജെമിനാലും വിസിനാലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ ജെമിനാൽസ് ആൻഡ് വിസിനാൽസ് ഒരുപാട് സ്ഥലങ്ങളിൽ വന്നു ചേരുന്ന ഒരു സാധനമാണ്. കാരണം അതിന് സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും. പിന്നെ മെത്തഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ്സ്, ആ മെത്തഡ്. പിന്നെ ഞാൻ പറഞ്ഞത് മെത്തഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ്സ്, അത് ഫ്രം ആൽക്കീൻസ് ഉണ്ട്, ഫ്രം ആൽക്കഹോൾസ് ഉണ്ട്, ഫ്രം ആൽക്കെയിൻസ് ഉണ്ട്. അതിലൊക്കെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് കുറച്ചുകൂടെ ഡെപ്തിൽ ഇറങ്ങി നമ്മുടെ ഈ വരാൻ പോകുന്ന പരീക്ഷയിൽ ഡീറ്റെയിലിങ്സ് ആണ് നമ്മൾക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഫിങ്കൽസ്റ്റൈൻ റിയാക്ഷൻ പറയുന്നു. ഫിങ്കൽസ്റ്റൈൻ റിയാക്ഷൻ എന്തുകൊണ്ട് അയഡിന് മാത്രമേ പറ്റുള്ളൂ എന്ന് ചോദിച്ചാൽ സിമ്പിൾ. സോഡിയം ബ്രോമൈഡോ സോഡിയം ക്ലോറൈഡോ ഉണ്ടായാൽ അത് അസറ്റോൺ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അത് സോഡിയം അയഡൈഡിന് പറ്റില്ല. അങ്ങനെ കുറെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇപ്പൊ നമ്മൾ ചോദിക്കണം ഫിങ്കൽസ്റ്റൈൻ റിയാക്ഷൻ SN1 ആണോ SN2 ആണ്? നോർമലി ഇറ്റ് ഇസ് SN2. അതെങ്ങനെ മനസ്സിലായി? ആൽക്കൈൽ ഹാലൈഡിനെ സോഡിയം അയഡൈഡുമായി ട്രീറ്റ് ചെയ്യുമ്പോൾ ഇതാണ് നമ്മൾ നോക്കേണ്ടത്. അസറ്റോൺ ആണ് അവിടുത്തെ സോൾവെന്റ്. അസറ്റോൺ ആര്? പോളാർ എപ്രോട്ടിക് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ റിയാക്ഷൻ SN2 വരും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ ഇതേപോലെ. അപ്പൊ ഇനി നമ്മൾ പ്രിപ്പറേഷന്റെ കാര്യത്തിൽ നമ്മൾ ഒരു ലെവലിൽ എത്തിച്ചേർന്നിട്ട് നമ്മൾ കെമിക്കൽ പ്രോപ്പർട്ടീസ് ചെയ്യും. അതിൽ SN റിയാക്ഷൻസ് കുറെ നമ്മൾ പറഞ്ഞു, ബീറ്റ എലിമിനേഷൻ കുറെ നമ്മൾ പറഞ്ഞു. പറയാത്തത് വുഡ്സ് റിയാക്ഷൻ, അതിൽ കുറച്ച് റിയാക്ഷൻസ് ഉണ്ട്. വുഡ്സ് റിയാക്ഷൻ, പിന്നെ വളരെ പ്രധാനമായും റിയാക്ഷൻസ് ഓഫ് ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗ്രിഗ്നാർഡ് റിയേജന്റ് ആരാണ്? ഹായ് ഷംല. ഗ്രിഗ്നാർഡ് റിയേജന്റ് ആരാണ്? ഒരു ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് ആണ്. ഒരു ഗ്രിഗ്നാർഡ് റിയേജന്റിൽ നിന്ന് നമുക്ക് അനേകം ഡിഫറെന്റ് കോമ്പൗണ്ട്സ് ഉണ്ടാക്കാം. ആൽക്കീൻ ഉണ്ടാക്കാം, ആൽക്കഹോൾ, ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ്, അങ്ങനെ റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് നമുക്ക് ഉണ്ടാക്കാം. അതുകൊണ്ടാണ് നമ്മൾ ഗ്രിഗ്നാർഡ് റിയേജന്റിന്റെ കണ്ടുപിടുത്തത്തിന് നോബൽ സമ്മാനം കൊടുത്തു എന്ന് നമുക്കറിയാം. അങ്ങനെ ആൽക്കൈൽ ഹാലൈഡ്സ് കഴിഞ്ഞാൽ നമ്മൾ മെല്ലെ അറൈൽ ഹാലൈഡ്സിലേക്ക് പോകും. അറൈൽ ഹാലൈഡ്സിൽ നമ്മൾ കുറെ പറഞ്ഞു. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്, ബെൻസീൻ റിംഗിൽ ഹാലജൻ വന്നാൽ റിംഗ് ഡിആക്ടിവേഷൻ ആണ്, ഓർത്തോപാര ഡയറക്റ്റിംഗ് ആണ്. അതേപോലെ എന്താണ് ക്ലോറോബെൻസീൻ. ഇപ്പോൾ നമ്മളിപ്പോൾ ചോദിക്കുകയാണ്, ഞാൻ ഒരു റിയാക്ഷൻ പറയാം, നിങ്ങൾക്കാണ് അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ. ക്ലോറോബെൻസീനിനെ ഞാൻ ക്ലോറാലുമായി ട്രീറ്റ് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂറിക് ആസിഡ്. ആ പ്രോഡക്റ്റിന്റെ പേരെന്താണ്? സ്ട്രക്ചർ എന്താണ്? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ മൈ ക്വസ്റ്റ്യൻ ഇസ് എന്താണ്? വാട്ട് ഇസ് ദ പ്രോഡക്റ്റ് ഫോംഡ് വെൻ ക്ലോറോബെൻസീൻ? ഇത്രയും നേരം ശ്രദ്ധിച്ച നിങ്ങൾക്ക് ഒരു ആൻസർ പറയാനുള്ള ഒരു അവസരമാണ്. കമാൺ കമാൺ. ക്ലോറോബെൻസീനിനെ നമ്മൾ ക്ലോറാലുമായി ട്രീറ്റ് ചെയ്താൽ എന്ത് കിട്ടും? കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. ഒരുപാട് ഡിസ്കഷൻസ് ഇതിന്റെ മുകളിൽ വന്നൊരു സാധനമാണ്. ക്ലൂ വേണോ? ക്ലൂ വേണോ? ഒന്ന് പറയാമോ? I'll just wait for you for 1 minute. 1 minute. ഇല്ല, ആർക്കും ആൻസർ ഇല്ല. No one is answering. അപർണ വിജയൻ, ഷംല, ഇല്ല. അപ്പോൾ ദി ആൻസർ ഇസ് DDT. നോൺ ബയോഡിഗ്രേഡബിൾ പെസ്റ്റിസൈഡ് എക്സാമ്പിൾ ആണ് അത്. നമ്മൾക്കത് ചോദിച്ചു, നീറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എന്താണ് അതിന്റെ സ്ട്രക്ചർ? CCl3 CHO. This is the structure of, yes, DDT ആണ് ശിവാനി. Yes, very good.
ദിസ് ഇസ് DDT. അയാളുടെ പേരെന്താണ്? 2,2-bis. ബ്രാക്കറ്റിനകത്ത് പാരാക്ലോറോഫിനൈൽ 1,1,1 trichloroethane. This is the name of DDT. Yes, Abarna, you're correct. Yes, very good. അപ്പോൾ നമ്മൾ അടുത്ത സെഷനിൽ നമ്മൾ കാണുമ്പോൾ കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ട്, എനിക്ക് തോന്നുന്നു പലരും ഒന്നും നോക്കാതെ കുറച്ച് പ്രിപ്പയർഡ് അല്ലാതെ ഇരുന്നു എന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടെ ഡീറ്റെയിലിംഗ് ഉള്ള നമ്മുടെ NCERT ടെക്സ്റ്റിന് അകത്തു നിന്നും ചെങ്ങഞ്ഞെടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ നെക്സ്റ്റ് ടൈം കാണും. I think it is day after tomorrow. I am waiting for you all to meet again. നമ്മൾ ഒന്നുകൂടെ കാണാൻ മറ്റന്നാൾ കാണും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ എന്താണ് ഡീറ്റെയിലിംഗ് ലെവലിലെ ക്വസ്റ്റ്യൻസ് ഫ്രം ദ NCERT കുറച്ച് കൺവേർഷൻസ് ഒക്കെ ചെയ്ത് ഹാപ്പി ആയിട്ട് വിരിയാം. Okay, thank you all for watching my class on Haloalkanes. Wish you all good luck. Thank you.